Let's all lift our hands and praise the Lord. Hallelujah. Hallelujah. വളരെ സന്തോഷം നിറഞ്ഞ ഈ നല്ല വിശുദ്ധ പകലിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയതുകൊണ്ട് കർത്താവിന് സ്തോത്രം. It is a great joyous occasion to be on this Lord's Day. ദൈവ സാന്നിധ്യം വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധന ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. We are given a wonderful time full of the presence of the Lord. എന്നാൽ ആരാധന അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. But we don't stop praising God right here. ആരാധന എന്ന് പറയുന്നത് പാട്ട് മാത്രമല്ല. Singing is not just praising the Lord. ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. That is only part of the worship. എന്നാൽ ആരാധന എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ സകല നന്മകൾക്കും നാം പകരം കൊടുക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. Worship is we return to God for everything that we have received from Him. അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനുള്ള അവസരമാണ് ആരാധനയിൽ ലഭിക്കുന്നത്. Our worship is a time to listen to God. അടുത്ത ഞായറാഴ്ച നാം ഇങ്ങനെ കൂടി വരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. We are not sure that we will come together on next Sunday morning. അതല്ലെങ്കിൽ അടുത്ത ആഴ്ച വരെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആത്മീയ ആഹാരം നമുക്ക് ലഭിക്കുന്നത് ആരാധനയാണ്. Indeed, it is during the time of worship we receive the spiritual food for the next week. സഭായോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശുശ്രൂഷയാണ്. ഒന്ന് ദൈവവചന ശുശ്രൂഷയും രണ്ട് കർത്താവിന്റെ മേശ. Lord's Supper and the ministry of God's word are two important aspects of the worship. എന്നാൽ ഇന്നത്തെ സഭായോഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവവചനത്തിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. But in today's church worship services, the word of God is lacking. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുക എന്ന് പറയുന്നത്. And it is a wonderful factor of listening to God's message to us. നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ When we study Acts chapter 12, അവിടെ കൊർന്നേലിയോസ് എന്ന ഒരു പട്ടാള അധികാരിയെ നാം കാണുന്നുണ്ട്. we read about Cornelius, a centurion there. ശ്രദ്ധിക്കുക, അവനൊരു അധികാരിയാണ്. He is an authority. വളരെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. He is a man of very high caliber. പോരാത്തതിന് ആ വ്യക്തിയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. And there are a couple of testimonies the Lord has to say about Cornelius. നാം അവിടെ ശരിക്കും പരിശോധിച്ചാൽ And when we examine those passages, 4 ഗുണങ്ങൾ ദൈവം അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 4 qualifications the Lord Himself has testified about him. അവിടെ എഴുതിയിരിക്കുന്നു, ഒന്ന്, അവൻ ഭക്തനാണ്. Number 1, he is a pious man. 2, അവൻ കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. And the second factor is a man of fear. 3, അവൻ നന്മ പ്രവൃത്തി ചെയ്യുന്നവനാണ്. And the third factor is he is a man of charity. 4, അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. And the fourth factor is he is a man of prayer. നാം കുറച്ചുകൂടി താഴോട്ട് പഠിക്കുമ്പോൾ And when we study further down, 5ാമതൊരു ക്വാളിഫിക്കേഷനും കൂടി അവന് ലഭിക്കുന്നുണ്ട്. and there is a fifth qualification attributed to Cornelius. അതെന്താണെന്ന് വെച്ചാൽ അവൻ ഒരു പകൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദർശനം കാണുവാനിടയായി. And on a day when he was in prayer, he received the vision of the Lord. ഈ 5 സാക്ഷ്യങ്ങൾ കൊർന്നേലിയോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. And these 5 testimonies about Cornelius were said by the Lord Himself. എന്നാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തയുണ്ട്. But there is something that we need to give careful attention to. ആ ദൈവിക ദർശനത്തിൽ ദൂതൻ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാൽ, And when we examine the message of the angel of the Lord there, ദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ നന്മ പ്രവൃത്തികളും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. and it is your prayer and the alms giving of yours has reached the presence of the Lord. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. Those are good things. എന്നാൽ അടുത്ത വാക്ക്, But in the next verse, നീ യോപ്പയിലേക്ക് ആളയച്ച പത്രോസ്
എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. You send someone to Joppa in order to bring Simon Peter. വളരെ ശ്രദ്ധിക്കണമേ. And please pay attention. ഈ കൊർന്നേലിയോസ് എന്ന അധികാരിക്ക് വേണമെങ്കിൽ ദൂതനോട് തിരിച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കാം. Cornelius could ask some questions to the angel of the Lord. കൊർന്നേലിയോസിന് ചോദിക്കാം, ഞാൻ ഭക്തനാണ്. Cornelius could ask, see, I'm a pious man. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. I fear the Lord. ഞാൻ നന്മ പ്രവൃത്തി ചെയ്യുന്നു. I do charity. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. I'm always in prayer. പോരാത്തതിന് എനിക്കിപ്പോ ദർശനം കാണാനുള്ള കൃപ കിട്ടി. Now I have the ability to see visions. മാത്രമല്ല ദൂതൻ പറഞ്ഞു എന്റെ പ്രാർത്ഥനയും എന്റെ നന്മ പ്രവൃത്തിയെല്ലാം ഒരു തടസ്സവുമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. Not only that the angel has said all these good works of mine has reached the presence of the Lord. മാത്രമല്ല ഞാൻ ഒരു അധികാരിയല്ലേ, പട്ടാളക്കാരൻ. Not only that, am I not a man of authority? അപ്പൊ എനിക്ക് നമ്മുടെ കുടുംബപരമായിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റാറ്റസ്, ഒരു വിലയൊക്കെ ഉണ്ടല്ലോ. Don't you know that I have some status in the society? അങ്ങനെയുള്ള ഞാൻ പണ്ടങ്ങോ മീൻപിടുത്തക്കാരനായിട്ട് നടന്ന ഒരു ഉപദേശിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പുള്ളി എന്റെ വീട്ടിൽ വിളിപ്പിക്കുന്നത്. How can I call someone who was a fisherman some time back? Now he is of course a pastor, but he was a fisherman. ചെറിയ കാലം തൊട്ടേ മീൻ പിടിക്കാൻ പോയതാണ്. And from his young age he has been a fisherman. എന്നെ പോലെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളുടെ വീട്ടിലൊക്കെ ആ പുള്ളിയെ വിളിക്കാന്ന് പറയുന്നത്. How can I call him into my house? അത്രയും ക്വാളിഫിക്കേഷൻ ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടും, and though God gave those qualifications to Cornelius, ദൈവം പറയുന്നു അവനെ വിളിക്കണം. Yet the Lord himself said, call him. കൊർന്നേലിയോസിന് വേണമെങ്കിൽ ചോദിക്കാം. Cornelius could ask this question. ഇത്രയും ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്, പോരാത്തതിന് എന്റെ പ്രാർത്ഥനയും നർമ്മവും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. All these qualifications I have and my prayers have reached the presence of the Lord. പിന്നെ ഞാൻ എന്തിനു വിളിപ്പിക്കണം? Why should I call Peter now? ദൈവത്തിന് പറയാൻ മറുപടി ഉണ്ട്. And the Lord has replied, 5 ക്വാളിഫിക്കേഷൻ നീ പ്രാപിച്ചിട്ടുണ്ട്. You are qualified in 5 ways. അതുകൊണ്ട് തന്നെ നീ വിളിപ്പിക്കണം. Therefore you must call him. അതെന്തിനാണ് വിളിപ്പിക്കുന്നത്? Why should I? 5 ക്വാളിഫിക്കേഷൻ നിനക്കുണ്ട്. You have 5 qualifications. പക്ഷേ നിത്യതയ്ക്കുള്ള ക്വാളിഫിക്കേഷൻ ആയി. You don't have the qualification to reach eternity. Praise the Lord. Praise the Lord. അതിന് പത്രോസിനെ വിളിപ്പിച്ചേ പറ്റൂ. For that you had to invite Peter. ദൈവം നമ്മളെക്കുറിച്ച് ഈ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മളെക്കുറിച്ചും ചിലപ്പോൾ പറഞ്ഞിരിക്കാം. God may say the same testimony about us. നമ്മൾ നന്നായിട്ട് ആരാധിക്കുന്നവരാണ്. We are true worshippers. നമ്മൾ നല്ല ഭക്തരാണ്. We are pious people. കൺവെൻഷൻ വെച്ചാൽ അതിന്റെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മളും ചെയ്യാറുണ്ട്. We do everything that is needful for a convention. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്കുണ്ട്. All those good things we do. നമ്മൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. And we are always praying people. ചിലപ്പോഴൊക്കെ ദർശനം കാണാറുണ്ട്. Sometimes we see visions. പക്ഷേ ഇന്ന് കാഹളം ധ്വനിച്ചാൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുമോ? But today when the trumpet of the Lord is sounded, would you be taken up? അവിടെയാണ് റിസൾട്ട്. That is where the result is. അത് മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. And someone else cannot say that. കാരണം നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ കാണുന്ന ദൈവമുണ്ട്. Because there is a God who evaluates our public and our private life. നമുക്ക് നന്നായിട്ട് പാടാം. We may be able to sing well. നമുക്ക് പ്രസംഗിക്കാം. We may be able to preach well. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. So many good things we can do. പക്ഷേ ഇന്ന് കാഹളം ധ്വനിച്ചാൽ, But today if the trumpet is sounded, ഇന്ന് പ്രാണനെ ചോദിച്ചാൽ, today the Lord would require our life. നമ്മുടെ നിത്യത അവിടെ ചെലവഴിക്കും. Where shall we spend our eternity? ഇത് ചെറിയൊരു കാര്യമായി ആരും കാണരുത്. Don't think it as a very light matter. പട്ടാളക്കാരൻ അധികാരി ആ വാക്കിന് മുമ്പിൽ കീഴ്പ്പെട്ടു. And a centurion, a man of authority, surrendered to that word of the Lord. ദൈവത്തിന്റെ ആലോചന മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ താന്നിരുന്നു. And like a child he submitted himself. വിളിക്കാൻ പറഞ്ഞു പത്രോസിനെ. Call Peter now. പത്രോസ് വീട്ടിൽ വരുമ്പോൾ, When Peter came to his house, പ്രവൃത്തി 10:33 in Acts chapter 10 verse 33, എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. something is written. നീ വന്നത് ഉപകാരം. Oh, it is indeed very good that you came. അടുത്ത വാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. And the next word I would like to explain. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ, And you have
been obedient to listen all that the Lord has commanded. ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. We all have come together to listen to the word of the Lord. നാം എവിടെയാണ് വന്നത്? Where have we come together? നാം എവിടെയാണ് ഇരിക്കുന്നത്? Where are we sitting now? ഒരു സഭാഗോളത്തിനകത്തല്ല. It is not in a hall. ഒരു കെട്ടിടത്തിനകത്തല്ല. It is not inside a building. നാം ദൈവത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. We are indeed in the presence of the Lord. ജീവനുള്ള ദൈവത്തിന്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത്. We are in the presence of the very living God. എന്തിനാണ് അവന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? Why are we sitting here? പ്രസംഗിക്കുന്ന ആളിനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ഇത് കാണാൻ വേണ്ടിയാ. Oh, I have seen only Pastor Shamir on YouTube. ഒരിക്കലുമല്ല. Not to see him personally. നാം ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാനാവുന്നില്ല. We are here to listen to the voice of the Lord. അയ്യോ, പുള്ളി പോട്ട് മുക്കുവനായിരുന്നു. He was a fisherman before. അതൊന്നും വിഷയത്തിൽപ്പെടുന്ന കാര്യമല്ല. That is not important. കർത്താവിന്റെ അരുളപ്പാട് നിന്നിൽ നിന്ന് കേൾക്കുവാൻ. Oh, I'm here to listen to the message of the Lord from you. ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ. We all have come here before the Lord. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ഈ പകലിൽ ഇരിക്കുന്നത് ഏത് മനോഭാവത്തോടെയാണ്? Let me ask you this question: with what mind and attitude are you here? നമ്മുടെ ആരാധന കഴിഞ്ഞു. Are we done with our worship? നമ്മുടെ ആരാധന എല്ലാം കഴിഞ്ഞു, തീർന്നു അല്ലേ? Are we done with our worship? Praise the Lord. Praise the Lord. നാം ഏത് മനോഭാവത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ? With what kind of attitude are we sitting in the presence of the Lord? ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. The Lord looks at our hearts. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു. Man looks at the outward. അന്തരംഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. The Lord requires the inner truth from us. നാം കർത്താവിന്റെ അരുളപ്പാട് കേൾക്കുവാനാണ് ഇരിക്കുന്നത്. We are here to listen to the message of the Lord. എന്നാൽ ഇന്നത്തെ ആത്മീയ ഗോളത്തിന്റെ പരാജയം, but today's spiritual world has failed. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നാം എന്തിനാണ് വന്നിരിക്കുന്നത്, എവിടെയാണ് വന്നിരിക്കുന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. The very sense of the presence of the Lord has lost in the church of the Lord. അത് വലിയ അപകടമാണ്. That is a dangerous situation. Praise the Lord. Praise the Lord. ഞാൻ ജാതികളെ പല നിലയിൽ വീക്ഷിക്കാറുണ്ട്. I look at the non-Christians with many angles. ഹിന്ദുസിനെ നിങ്ങൾക്കറിയാം. You all know Hindus. വീട്ടിലിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ടീഷർട്ട് വിട്ടുകൊണ്ട് ഒരു ഹിന്ദു അമ്പലത്തിൽ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you seen a Hindu visiting the temple with a t-shirt on? കണ്ടിട്ടുണ്ടോ? Have you seen? നിങ്ങൾ കാണത്തില്ല. You may not see that. കാരണം കുളിച്ച് ഈറനായി നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ പോകുന്നത്. A Hindu who goes to worship an idol would go after a shower and put on clean clothes. ഇസ്ലാമികളെ കണ്ടിട്ടുണ്ടോ? And have you seen Muslims? അവർ ദൈവത്തെ ആരാധിക്കുവാനായി പോകുമ്പോൾ When they go to worship the Lord, വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവരുടെ കട അടഞ്ഞിരിക്കും. if there is a Friday, all the shops would be closed. അവർ ആലയത്തിലേക്ക് പോയി കയറി കഴിഞ്ഞാൽ And as soon as they enter into the temple, അവരുടെ നമസ്കാരത്തിന്റെ ആദ്യപടി ഇങ്ങനെ കൈ രണ്ടും ദൈവത്തിന്റെ മുമ്പാകെ കെട്ടി കുനിഞ്ഞു നിൽക്കുന്ന അനുഭവം. and inside the mosque they would fold their hands together and bow down before the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് And from that position of submitting themselves in the presence of the Lord, ആ നമസ്കാരം അവസാനിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ ആശീർവാദം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. and from that very moment of folding their hands together till the time of benediction, നമ്മൾ ആശീർവാദം എന്ന് പറയുമ്പോൾ അവർ അറബി ഭാഷയിൽ സലാം വീട്ടുക എന്നാ പറയുക. and they would call it salam, to do salam. എന്നാൽ അങ്ങനെ സംഭവിക്കുന്ന ആ ആശീർവാദം കഴിയുന്ന നിമിഷം വരെ, until that time of saying salam, നിങ്ങൾക്കറിയാമോ, do you know? ഈ ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ, and the man who stands still in the mosque, അത് ജഡ്ജിയാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ആരുമാകാം. he could be a judge or a doctor or an engineer, whoever he may be. എന്നാൽ ആശീർവാദം പറയുന്ന നിമിഷം വരെ, till the time to say salam, തൊട്ട് പിറകിൽ നിൽക്കുന്നവന്റെ കഴുത്ത് വെട്ടിയിട്ടാൽ ദാ ഇങ്ങനെ നോക്കില്ല.
He wouldn't mind if the man behind him is slaughtered live. നമ്മളോ? How do we? നമ്മൾ എവിടേക്കാ നോക്കുന്നത്? Where are we looking at? നമ്മൾ എന്തൊക്കെയാ നോക്കുന്നത്? What are we looking at? നമ്മുടെ ജീവനുള്ള ദൈവത്തെയാണ്. We are worshipping the living God. പക്ഷെ ഒരാളൊരു ഫോൺ വന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ കൂടെ പോകും. And when somebody gets a phone call, we follow him. നമ്മൾ പിന്നെ അതിനെ തിരിച്ചുകൊണ്ടിരുത്തിയേച്ച് നമ്മൾ ഇവിടെ ദൈവശബ്ദം കേൾക്കാൻ ശ്രമിക്കും. We would listen to God only when he has come back and sit down. നമ്മുടെ ആരാധന നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ആരാധനയ്ക്കകത്ത് തിരുമേശ അടുത്ത് വരുമ്പോഴും പലരും ആപ്പ് തോണ്ടിക്കൊണ്ടിരിക്കുക. And even when the time of the Lord's Supper is brought before us, we are still on the telephone. വളരെ അപകടമാണ്. That is very dangerous. വളരെ അപകടമാണ്. Very dangerous. ഇസ്ലാമികൾ പള്ളിക്കകത്ത് കയറുമ്പോൾ when the Muslims would get into their mosque, അവരുടെ ശാരീരിക ശുദ്ധി വരുത്തുന്ന ഒരു അനുഭവമുണ്ട്. and there is a ceremonial cleansing. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയാൽ അവർക്കുള്ള സകലതും വിലപിടിപ്പുള്ളതും അവരുടെ പേഴ്സ്, പണം, ബാഗ്, മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് സകലം ഉൾപ്പെടെ ആലയത്തിന് പുറത്തിരിക്കും. Everything that is so valuable and precious would be outside the mosque. ആ ഒരു മണിക്കൂർ ദൈവത്തിന് പറയാനുള്ളതിനേക്കാൾ വലിയ അത്യാവശ്യമൊന്നും മറ്റാർക്കും പറയാനില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. And for that 1 hour of worship, they have nothing important than listening to their God. നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത്? Where are we come to? നമ്മളാരും കടങ്ങരുത്. Don't be upset. അല്ലാതെ നമ്മൾ പാട്ടുപാടിയതുകൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ആരാധന തീർന്നു, ദൈവം എൻ്റെ അടുത്ത് പ്രസാദിച്ചു, ഐ ആം ഓക്കേ. And as soon as the singing and worship is over, oh, the Lord is pleased with me. Don't think so. അങ്ങനെ ആരും ചിന്തിക്കരുത്. Don't think so. Praise the Lord. Praise the Lord. ദൈവം നമ്മുടെ നടുവിലുണ്ട്. The Lord is in our midst. ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട്. The living God is in our midst. ആ മഹാദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. And we have come before the awesome Lord വളരെ ഭയത്തോടെ, with great fear and reverence. വേദപുസ്തകം പറയുന്നു, ദൈവത്തെ ഭയപ്പെടുവീൻ. Fear the Lord, Bible says. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. Resist the devil. നമ്മൾ നേരെ തിരിച്ചാ. And we do just the opposite. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ല. We have no fear of the Lord. പിശാചിനെ കേട്ടാലേ പേടിയാ. And as soon as we hear the name of Satan, we are scared. നമ്മൾ തിരിച്ചു വരണം. We must come back on the reverse side. Praise the Lord. Praise the Lord. നാം ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. We are in the presence of the Lord. നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ മാത്രമായിരിക്കണം. Our attention must be upon the Lord. നമ്മുടെ ശ്രദ്ധ കർത്താവിൽ മാത്രമായിരിക്കണം. We must focus upon the Lord. അടിയനിതാ എന്ന് പാടുമ്പോൾ തന്നെ പ്രസംഗിക്കുമ്പോഴും അടിയനിതാ എന്നോട് സംസാരിക്കണമേ എന്ന് പറയണം. When you sing "Here I am" the same way, you have to say "Here I am" when you listen to the word. പാടുമ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക ചർച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പാടുമ്പോൾ എല്ലാവരും പറയും അടിയനിതാ അടിയനിതാ എന്ന് പറയും. I have seen in several churches "Here I am, here I am." പ്രസംഗിക്കുമ്പോൾ അടിയൻ എവിടെയോ പോവുക. Whenever the word is preached, we are away from the Lord. ശമൂവേൽ അടിയനിതാ എന്ന് പറഞ്ഞത് അരുളപ്പാട് കേൾക്കാൻ വേണ്ടിയാ. And Samuel said, "Here I am," to listen to the word of the Lord. നമ്മളോ? Where are we? Praise the Lord. Praise the Lord. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. Therefore, let us fear and pray to listen to the word of the Lord. ഏതായാലും നമുക്ക് അനുവദിച്ച സമയത്തിന് അപ്പുറത്തൊന്നും ഇവിടെ ആരും പ്രസംഗിക്കാൻ പോകുന്നില്ല. We are not going to preach a longer time that is appointed. നമ്മൾ അനുവദിച്ച സമയത്ത് തന്നെ നമ്മൾ തിരിച്ചു പോകും. We all will go back after the time of worship. എന്നാൽ അതുവരെയെങ്കിലും നമുക്കൊരല്പം ആത്മാർത്ഥത ദൈവത്തോട് കാണിക്കാം. But till that time we must be sincere in the presence of the Lord. Hallelujah. Hallelujah. നമുക്ക് വായിക്കാം. Let us read എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിലെ 8-ാം വാക്യത്തിലേക്ക്. Book of Esther, chapter 3, verse 8. So the king took
his signet ring from his finger and gave it to Haman, son of Hammedatha, the Agagite. 8. Chapter 3, verse 8. Yeah. Then Haman said to the king Xerxes, there is a certain people dispersed and scattered among the peoples in all the provinces of your kingdom, whose customs are different from those of all other people who do not obey the king's laws. നോക്കുക, Please listen. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഹാമാൻ And the very enemy who is on the other side is Haman. ദൈവജനത്തെ നോക്കി ഉന്നയിച്ച ഒരു വാദമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. We read an accusation of Haman about the people of God. ഈ ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. And I would like to stay in this passage and share a couple of things with you. എന്നാ ഈ 3 ദിവസം എന്നെ ക്ഷണിച്ച സഭയോട് എനിക്ക് നന്ദിയുണ്ട്. I am so grateful to this church for inviting me and having me for last 3 days. മുഖാന്തരമായ ഡോക്ടർ ബെഞ്ചമിൻ ബ്രദർ കുടുംബം And thank God for Dr. Benjamin and family. സഭാ പാസ്റ്ററായിരിക്കുന്ന കർത്താവിദാസൻ കുടുംബം, Pastor and the family. അതോടൊപ്പം തന്നെ ദൈവസഭ, And along with that the Church of the Lord. അതോടൊപ്പം തന്നെ കർത്താവിദാസൻ ഷിബു തോമസ് പാസ്റ്റർ കുടുംബം. And also I thank God for Pastor Shibu Thomas. ഞാൻ നാട്ടിൽ ചെന്നാൽ കേരളത്തിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ്റെതായ ചില കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. And Pastor Shibu Thomas and we have shared a common interest about the persecution in Kerala. പ്രിയപ്പെട്ടവരെ കാണുവാനിടയായതിൽ ദൈവത്തിന് സ്തോത്രം. I thank God for meeting his people. ഞാൻ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. With one brief word of expression, I would thank you all. ദൈവത്തിന്റെ ജനമായ ന്യൂനപക്ഷമായ ഇസ്രായേലിനെ നോക്കി And looking at a very minority remnant of Israel. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഹാമാൻ ഉന്നയിക്കുന്ന ഒരു വാദമാണ് നമ്മൾ വായിച്ചത്. And here is an argument, an accusation of Haman, the enemy of Israel. ആ ജനത്തെ നോക്കി ഹാമാൻ പറയുകയാണ്, അവരെ അങ്ങനെ വിടാൻ പാടില്ല. Looking at the people of Israel, Haman raises an accusation against them. ഇവരെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. Don't leave these people unpunished. ഇവരെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. Don't leave these people unpunished. ഒരുപാട് ജനങ്ങൾ പാർക്കുന്ന ആ ദേശത്ത് And we know that Persia is full of people. ഒരു ന്യൂനപക്ഷം യഹൂദനെ നോക്കിക്കൊണ്ടാണ് ഈ വാദം ഹാമാൻ ഉന്നയിക്കുന്നത്. Looking at Israel, which is a minority, Haman says these things. ഇത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, And when I read this passage, a thought came to my mind. ഇന്ന് ഈ ലോകവും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയാണ്. This is indeed the statement of the world about the people of God. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ നോക്കി ഇന്നും ലോകം പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഇവരെ അങ്ങനെ വിടാൻ പാടില്ല. Looking at the true worshippers of the Lord, the world would say these people must never go unpunished. ഇവരെ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. Don't ever leave these people unpunished. എന്നാൽ ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം തോന്നുന്നത്. And when we will be surprised when we read this passage. ഞാൻ ആ വേദഭാഗം എസ്തേറിന്റെ പുസ്തകം നന്നായി പഠിച്ചു. And I studied the passage of the book of Esther. ഒരു ഉത്തരം കണ്ടെത്താൻ ഞാൻ വളരെയധികം വായിച്ചു. I tried to find an answer for this question. എന്ന് പറഞ്ഞാൽ ഈ ഹാമാന് എന്ത് ദോഷമാണ് ഈ യഹൂദന്മാർ ചെയ്തത് എന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചു. I would like to find out what was the mistake of the Israelites. ഈ ദൈവജനത്തിന് എതിരായി ഈ ശത്രു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അവനെ കൊന്നുകളയുവാനുള്ള കഴിമരം പോലും ഒരുക്കുവാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അന്വേഷിച്ചു. Why did Haman raise a gallows to kill all the Israelites and punish them? ഇതിനു വേണ്ടി ഈ ദൈവജനത്തെ വധിച്ചു കളയണമെന്ന് ആവശ്യപ്പെടുവാൻ ഈ ന്യൂനപക്ഷമാകുന്ന ജനം ചെയ്ത തെറ്റെന്താണ്? What was the wrong that the Israelites did in order to be punished? ഒരു വാക്കുകൊണ്ടെങ്കിലും ഹാമാന് എതിരായി മൊർദെഖായോ യഹൂദന്മാരോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. I tried to examine the passage of the book of Esther in order to find out what was the mistake of the Israelites. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു വാക്കുകൊണ്ട് പോലും ഹാമാനെതിരായി
മൊർദെഖായോ യഹൂദന്മാരോ എന്തെങ്കിലും ചെയ്തതായി ഞാൻ കണ്ടില്ല. But neither Mordecai nor all the Israelites have done anything wrong to Haman. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം കൂടാതെ അവർ ഉപദ്രവിക്കുന്നു. Then I realized that without any reason the Israelites are now punished. ലോകം ഇന്നും കാരണം കൂടാതെ ദൈവജനത്തെ ഉപദ്രവിക്കുന്നു. Without any reason the world is punishing the people of God. ഇന്നും ദൈവജനത്തെ വളരെ ക്രൂരമായി അവർ ഉപദ്രവിക്കുന്നു. Very cruelly the world is persecuting the church of the Lord. എന്നാൽ എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? What is the mistake the people of God have done? ഈ ചിന്ത എന്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ when this thought overruled my heart, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. I started to pray in the presence of the Lord. കർത്താവിനോട് ചോദിച്ചു, എന്താണ് കർത്താവേ ഇങ്ങനെ? Why it is so, the Lord? അവിടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത്. Then the Lord revealed a couple of things in my heart which I am sharing with you. ശത്രുപക്ഷം ഉന്നയിച്ച വാദം എന്താണ്? What was the accusation of the enemy? പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കുറിച്ച് ഉന്നയിച്ച വാദം എന്താണ്? What is the accusation about the praying people? അതാ 8-ാം വാക്യത്തിൽ കിടക്കുന്നത്. That is what we see in verse 8. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. Listen to me please. നിങ്ങൾ അവിടെ ആമാൻ പറയുകയാണ്, And Haman says, ഇവിടെ വിവിധ ജാതി മതക്കാർ വാർക്കുന്ന നിന്റെ രാജ്യത്തിൽ, in this kingdom of yours where many language people are dwelling, ഒരു വിഭാഗം ആൾക്കാര് ചിതറിക്കിടക്കുന്നു. and one group of people are scattered abroad. ഒരു വിഭാഗം ആൾക്കാർ ചിതറിക്കിടക്കുന്നു. One group of people are scattered abroad. ഒരു പ്രത്യേക വിഭാഗം, A very specific community, ചിതറിക്കിടക്കുന്നു. they are scattered abroad. എന്താ ചിതറിക്കിടക്കുക? What does it mean? എല്ലായിടത്തും ഇല്ലെന്ന. They are not everywhere. ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയാൽ അതിന്റെ കഷണങ്ങൾ ചിതറിത്തെറിച്ചു പോവുകയാണ്. When a glass falls down and break, the pieces are everywhere. അപ്പോൾ അതുപോലെ അവിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഒരു ചെറിയ കൂട്ടം. So also the people of Israel are scattered everywhere. അവിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, A specific community which is scattered everywhere. അതിനിപ്പോ ഇവനെന്താ കുഴപ്പം? What does that matter to him? അതിനിപ്പോ ഹാമാൻ എന്താ പ്രശ്നം? Why should Haman get offended? ഹാമാന്റെ പ്രശ്നമാണ് അടുത്ത വാക്യം. That Haman's problem is in the next verse. അവൻ പറയുകയാണ്, അവർക്കൊരു പ്രമാണമുണ്ട്. Oh, they have a statue. അവർക്കൊരു പ്രമാണമുണ്ട്. They have a law. അവർക്കൊരു പ്രമാണമുണ്ട്. They have a law. അത് ഉലകത്തിലുള്ള സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ട പ്രമാണം അവർക്കുണ്ട്. It is indeed entirely different from what is in all the world. ദൈവത്തിന്റെ ജനമേ, Oh my people of the Lord, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പ്രമാണമുണ്ട്. the people of God, they have a specific law. ദൈവജനത്തിന് ഒരു പ്രമാണമുണ്ട്. People of God have a specific law. അത് ഉലകത്തിലുള്ള സകല ജാതികളോടും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന നല്ല വചനം. It does not probably compromise with what is in the world. സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്ന നല്ല വചനം. It doesn't say that we can compromise with a mutual understanding according to the situation. ഉലകത്തിലുള്ള സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ട ഒരു പ്രമാണം വേർപെട്ട ദൈവമക്കൾക്കുണ്ട്. Totally different from what is in the world. നമ്മുടെ ദൈവജനം ഈ പ്രമാണം അറിഞ്ഞിരിക്കണം. People of God should know this law. ഞാന് ഈ അമേരിക്കയിൽ വന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു. When I came to America, I had a thinking. അമേരിക്കയിലെ ഈ പിള്ളേരെല്ലാം ദൈവഭയം ഇല്ലാത്തവരാണെന്ന് ഞാൻ ചിന്തിച്ചു. I thought all these children in America, they don't fear the Lord. ഇവിടെയുള്ള യൂത്ത് ഒക്കെ ചുമ്മാ അടിച്ചുപൊളിച്ച് നടക്കാൻ ഇവരൊന്നും ഒരു ദൈവഭയം ഇല്ലാന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. I thought these youth are crazy and they don't fear the Lord. എന്നാൽ ഇവിടെ വന്ന് ഞാൻ പിള്ളേരുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, But when I came to this country and get acquainted with the youth of our community, ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, and when I had my dialogue with them, എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. I realized one thing. അവർക്ക് ഇതിനകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ പലതും അറിയത്തില്ല. They don't know what is many things that is going on here. അതൊന്നും അവർക്കാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. And many things are nobody taught them. ഞാൻ ഫിലദൽഫിയയുടെ ഭാഗത്ത്
in Philadelphia. ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവ സഹോദരൻ, And a young man took me to the meeting. അപ്പോൾ അവനുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ As I was going with him, അവന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. his father is a pastor. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. And we had a conversation. ഞാൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. I anxiously looked at him. ഞാൻ നോക്കിയപ്പോൾ അവന് ഇങ്ങനെ ഒരു മുട്ടനാടിന്റെ താടി പോലെ ഒരു കഷ്ണം അവന്റെ താടിയിൽ ഇരിപ്പുണ്ട്. And he had a little goatee there. അവന്റെ തലയില് നമ്മളെ ദോശക്കല്ലെ മാവ് വരത്തിയ പോലെ കുറച്ച് മുടി തലയിൽ ഇരിപ്പുണ്ട്. And he had little hair upon his head. അപ്പൊ ഇവനെ ഒരു വല്ലാത്ത ഷേപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. And he has indeed a very unique shape. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എടാ നിന്റെ അപ്പനൊരു ഉപദേശം എഴുതിയില്ലേ? Don't you know that your father is a pastor? അവൻ പറഞ്ഞു, Yeah, I know. ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു മോനെ. Then why do you look so? എന്താ കുഴപ്പമെങ്കിലും? What is the problem? സ്വർഗത്തിൽ പേര് കിട്ടുമോ എന്ന് ചോദിച്ചു. Do you think my word will be taken out from the book of remembrance? ഞാൻ പറഞ്ഞു, ഒരിക്കലും സ്വർഗത്തിൽ പേര് കിട്ടില്ല. No. The Lord wouldn't do that. പക്ഷെ നമുക്കൊരു വേർപാടില്ലേ എന്ന് ചോദിച്ചു. Don't you know that we have a separation? അവന് അതിശയത്തോടെ ചോദിച്ചു, വേർപാടോ? He asked me, separation? എന്നോട് ചോദിച്ചു, എന്താണ് വേർപാട്? What is separation? ഞാൻ പറഞ്ഞു, സെപ്പറേഷൻ ഒന്നും അറിയില്ല എന്ന് ചോദിച്ചു. Don't you know what that separation is? പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. I don't know. പ്രിയമുള്ളവരെ, ഞാൻ വേദപുസ്തകം തുറന്നു. ആ യാത്രയിൽ അവനോട് വേർപാട് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. And indeed our journey, I shared with him about separation. നോക്ക, അത് സ്വർഗത്തിൽ പേര് കിട്ടുമെന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, നമ്മുടെ അപ്പച്ചന്മാരും പറഞ്ഞിട്ടില്ല. We all know that the Lord will not remove our names from his list. എന്നാൽ അത് സംസാരിച്ചു കഴിഞ്ഞു, വളരെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. And after that discussion we departed. എന്നാൽ ഒരു 3 ആഴ്ച പിന്നിട്ടപ്പോൾ, after 3 weeks, ഞാൻ അത് കഴിഞ്ഞ് മടങ്ങി ന്യൂയോർക്കിൽ വന്നു. I came back to New York. ന്യൂയോർക്കിൽ വന്ന ചില ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, after a couple of days in New York, അവന്റെ ഫേസ്ബുക്ക് ഇൻബോക്സിൽ അവന്റെ മനോഹരമായ ഒരു ഫോട്ടോ അയച്ചു. and he posted a photo of his own on my Facebook. അവൻ പറഞ്ഞു, ഞാൻ നന്നായി പാസ്റ്റർ എന്ന് പറഞ്ഞു. Oh, he shared with me and said, Pastor, now I am a good guy. That means അവൻ നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. Now he is a very handsome guy. അവനത് മനസ്സിലായി. He realized it. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേർപെട്ട ദൈവമക്കൾക്ക് ഒരു പ്രമാണമുണ്ട്. Indeed, the people of God have അത് a law. ലോകത്തിലുള്ള സകല ജാതികളോടും അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല. It doesn't adjust with the law of the world. അവരിൽ നിന്നും വ്യത്യസ്തപ്പെട്ട സകല ജാതികളോടും വ്യത്യസ്തപ്പെട്ട പ്രമാണം ദൈവജനത്തിനുണ്ട്. It is indeed unique and specific from all that is in the world. അതുകൊണ്ടാ വിലയാൻ വിളിച്ചു പറഞ്ഞത്, ആ ജനത്തെ ചൂണ്ടിയിട്ട്, ഇത് തനിച്ചു പാർക്കുന്ന ജനമാ. That is why Prophet Balaam said, this is indeed a unique group of people. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. They are not accounted with the people of the world. Praise the Lord. വേർപെട്ട ജനം, Separated people. ഹല്ലേലൂയ. Hallelujah. അവർക്കൊരു പ്രമാണമുണ്ട്. They have a law. See, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താ ഈ പ്രമാണം, എന്താ ഈ വേർപാടെന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. You may wonder what this separation is all about. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞേ ഈ വചനത്തിലോട്ട് വരാം. Let me share with you a little example and then come back to the word of the Lord. ഇപ്പൊ 2 ദിവസമായി നിങ്ങൾ എന്നെ കേൾക്കുന്നു. You have been listening to me 2 days now. ഞാനിവിടെ വചന ഉപദേശങ്ങളൊക്കെ പ്രസംഗിച്ചു. I'm indeed preaching from God's word. നിങ്ങൾ എന്നെ കണ്ടു. You saw me. 2 ദിവസം കഴിഞ്ഞു. After 2 days, നിങ്ങൾ നോക്കുമ്പോൾ, when you look at me, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ട്. you all have a thought about me in your heart. ഞങ്ങളുടെ ചർച്ചിൽ കൺവെൻഷൻ പ്രസംഗിച്ച പാസ്റ്റർ ഷമീർ, And this pastor who he preached 2 days in our church. ഈ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ച പാസ്റ്റർ ഷമീർ, And this pastor Shamir, ഒരിക്കലും ബാറിൽ നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. and you will probably never think of seeing me in a liquor bar. നിങ്ങൾ അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. You will never expect that. ഓക്കെ, ക്ലിയർ അല്ലേ? Is it not clear? അല്ലേ? അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ വാഹനം ഓടിച്ചു പോയി. After 2 days as I was driving, അപ്പോൾ എന്റെ വാഹനത്തിന്റെ പെട്രോൾ തീർന്നു. ഞാൻ വഴിയിലായി. and the gas is over now, no gas. ഞാൻ പെട്രോൾ വാങ്ങാൻ
പമ്പിലേക്ക് ചെന്നു. and I went to the gas station. ഞാൻ അവിടെ നിന്നൊരു കുപ്പി ചോദിച്ചു പെട്രോൾ വാങ്ങാനായിട്ട്. And in a little can, I bought a little can. അവർ പറഞ്ഞു ഇവിടെ കുപ്പിയില്ല, ആ കാണുന്ന ബാറിൽ കുപ്പിക്ക് ഒരു കുറവില്ല, ഇഷ്ടംപോലെ കുപ്പി. We don't have a bottle here, but in the liquor shop there are so many bottles. കിട്ടും. അപ്പോൾ ഞാൻ ഓക്കെ ആയിക്കോട്ടെ പറഞ്ഞു, ഞാൻ കുപ്പി മേടിക്കാൻ ബാറിലേക്ക് കയറിപ്പോയി. And to get a little bottle, I went to the liquor bar. ഇത് നമ്മുടെ വർഷിപ്പ് ലീഡർ കണ്ടു. And the worship leader was watching me. ഈ സഭയിലെ വർഷിപ്പ് ലീഡർ കണ്ടു. And the worship leader of this church saw me there. ഉടനെ പാസ്റ്റർ വിളിച്ചു. Immediately he called pastor. പാസ്റ്ററെ, നമ്മുടെ ചർച്ചിൽ പ്രസംഗിച്ച ഷമീർ പാസ്റ്റർ ബാറിലേക്ക് പോകുന്നു. And don't you know that Pastor Shamir, who preached in our church, is found in the liquor bar? ഉടനെ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. And then the pastor said, oh, don't ever say so. ഇല്ല പാസ്റ്റർ, ഞാൻ കണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. No, pastor, I myself have seen with my two eyes. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുപ്പി മേടിച്ചുകൊണ്ട് വന്നു, പെട്രോളും വാങ്ങി, പെട്രോളും മേടിച്ചുകൊണ്ട് പോവുകയാണ്. As they were on their phone, I had my gas filled and was walking to the car. അപ്പൊ കുപ്പിയും ശരിയാണ്, കുപ്പിയുടെ ലേബൽ ശരിയാണ്, പെട്രോളിന്റെ കളറും ക്ലിയർ ആണ്. So everything that is clear, the label, the bottle, and everything is okay. ഈ പെട്രോൾ കളറും കൊണ്ട് ഞാൻ കുപ്പിയും കൊണ്ട് പോകുമ്പോൾ വർഷിപ്പ് ലീഡർ വന്ന് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു. And the worship leader came and took a picture of me. പാസ്റ്റർ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ ഞാൻ പറഞ്ഞത്, പരസ്യമായിട്ട് കുപ്പിയും മേടിച്ചോണ്ട് പോവാ. Look at this, it is indeed a very true story. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ബാറിൽ പോയത് കുടിക്കാനല്ല. Let me ask you this question. I went to the bar not to drink liquor. ഞാൻ അവിടുന്ന് ഒരു കാലിക്കുപ്പി മേടിച്ചത് കൊണ്ട് സ്വർഗത്തിൽ എന്റെ പേരും പെട്ടതില്ല. And because I got a empty bottle from the liquor bar, the Lord would not strike my name out. പക്ഷേ നിങ്ങൾ പിന്നെ എന്നെ ഇവിടെ പ്രസംഗിപ്പിക്കില്ല. You would never invite me again. എന്താ കാരണം? Why? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. You expect that I may never be found in such a place. അവിടെ ഞാൻ തെറ്റ് ചെയ്യാനല്ല പോയത്. I did not go there to do any mistake. പക്ഷേ അവിടെ പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? I cannot go there. നമുക്ക് ഈ ലോകത്തിൽ അനുവദനീയമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. There are so many things forbidden to the people of God. അപ്പോൾ അത് ചെയ്തെന്ന് പറഞ്ഞപ്പോ ദൈവം ഞങ്ങളെ കൊന്നുകളയെന്ന് ചോദിച്ചാൽ കൊല്ലത്തൊന്നുമില്ല. No, if we go into such places, the Lord will not immediately strike us down. പിന്നെന്താ ചെയ്താല്? So what? നമ്മൾ ദൈവമക്കളാണ്. We are the children of the Lord. നാം നിൽക്കരുതാത്ത പല സ്ഥലങ്ങളുണ്ട്. There are places where we cannot stand. നമുക്ക് എടുത്തുകൂടാത്ത പല കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. There are things that we cannot take. അത് എടുത്തെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പ്രശ്നമൊന്നുമില്ല. It doesn't mean that the names will be struck down. പക്ഷെ നമുക്കത് എടുക്കാൻ പ്രമാണം. We cannot take those. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. And another example. ഹൽവ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. Halwa, sweet halwa is very nice. നല്ല മധുരമുണ്ട്. It is sweet. നല്ല കളറാണ്, ചുവന്ന കളറാണ്. And the name itself is very color itself is അതിനകത്ത് കാഷ്യൂ നട്ടും പീനട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. and it is full of cashew nut and peanut. എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ആ വേസ്റ്റ് ബോക്സിൽ കിടന്നാൽ തിന്നുന്ന എത്ര പേരുണ്ട് ഇവിടെ? How many of you would pick it up from the trash can and eat? കഴിയോ? Raise your hand. അപ്പോൾ അതിന്റെ രൂപത്തിന് വല്ല മാറ്റമുണ്ടോ? It doesn't change its shape. അതിന്റെ കളറിന് മാറ്റമുണ്ടോ? It doesn't change its color. അതിന്റെ സ്വാദിന് വല്ല മാറ്റമുണ്ടോ? It doesn't change its taste. കാഷ്യൂ നട്ടും പീനട്സും അതിനകത്തുണ്ടല്ലോ. Cashew nut and peanuts are there. പിന്നെ എന്താ നിങ്ങൾ കഴിക്കുന്നില്ല? Why don't you eat them? അത് കിടക്കുന്ന സ്ഥലം ശരിയല്ല. Because it is in trash can. അത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് മരിച്ചൊന്നും പോയില്ലല്ലോ. And you probably would not die if you ate it. പിന്നെന്താ കഴിക്കാത്തെ? Why don't you eat them? കിടക്കുന്ന സ്ഥലം വൃത്തികേടാ. It is in trash can. Praise the Lord. Praise the Lord. ഈ ലോകം ഒരു വേസ്റ്റ് ബോക്സ് ആണ്. This world is a trash can. ഇവിടെ ഒത്തിരി നല്ല ഐറ്റം കിടപ്പുണ്ട്. There are so many good things in this trash can. ഇപ്പൊ അത് കഴിച്ചെന്ന് പറഞ്ഞാൽ മരിച്ചൊന്നും പോവില്ല. It doesn't say that you would die immediately if you eat those. പക്ഷെ അത് കിടക്കുന്ന സ്ഥലം ശരിയല്ല. But it is an unholy place. ഇവിടെ നമുക്ക് എടുക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. There are so many things that we cannot experience. അത് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. If we take those, nothing would happen. പക്ഷെ നമുക്കത് എടുക്കാൻ പ്രമാണം. But we don't have a law to take them. അങ്ങനെയാ വേർപാട് പഠിക്കണം. That is separation.
അല്ലാതെ അതാരും അപ്പച്ചന്മാരാരും സ്വർഗത്തിൽ പേരിട്ടു എന്നൊന്നും പറഞ്ഞു ആരും വേർപാട് പഠിപ്പിച്ചിട്ടില്ല. But our forefathers didn't say that our names will be blotted out. സ്വർഗവുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്നത് വിശുദ്ധിയാണ്. The very thing that is related to heaven is holiness. വിശുദ്ധിയില്ലെങ്കിൽ ദൈവം സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. If we don't have holiness, we would never reach heaven. എന്നാൽ വേർപാട് റിലേറ്റഡ് ആയി കിടക്കുന്നത് ലോകവുമായിട്ടാണ്. But the separation is indeed related to the world. Praise the Lord. Praise the Lord. ഇനിയും ആ വേർപാടിനെ കുറിച്ച് പറഞ്ഞാൽ കർത്താവ് തന്നെ പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണം. And our Lord Himself said we have to forgive 70 times 7. അതാരാ പറഞ്ഞേ? The Lord Himself said. യേശുക്രിസ്തു അല്ലേ പറഞ്ഞേ? Jesus said. അല്ലേ? അതേ യേശുക്രിസ്തു പറഞ്ഞു ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. And the same Lord said, woe unto him that offend. അവന്റെ കഴുത്തെ കല്ല് കെട്ടി കടലിൽ ഇട്ടേക്കണം. And bind a stone upon his neck and throw him into the sea. 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് The Lord who said forgive 70 times 7. കഴുത്തെ കല്ല് കെട്ടി കടലിൽ ഇടണം. And He says put a stone upon his neck and throw him into the water. ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ. These two are contradicting. കർത്താവ് തന്നെയല്ലേ രണ്ടും പറഞ്ഞു? The Lord Himself said so. ക്ഷമിക്കണമെന്ന് പറഞ്ഞത് കർത്താവാണ്. The Lord said forgive. എന്നാൽ കഴുത്തെ കല്ല് കെട്ടി ഇടണമെന്ന് പറഞ്ഞത് കൊലപാതകം ചെയ്യാനല്ല. The Lord doesn't say to put the big stone upon your neck to kill. അത് കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്. Not to kill. ഈ കല്ല് കെട്ടി ഇട്ടാൽ പിന്നെ ഇവൻ പൊങ്ങി വരത്തില്ല. Because if you put a big stone upon his neck, he wouldn't come back again. അവൻ ഇടർച്ച വരുത്തുന്നവനെ പുറത്താക്കണം. The offender must be excommunicated. ഇല്ലെങ്കിൽ അവൻ ബാക്കിയുള്ളതിനെ മുഴുവൻ നാശമാക്കും. If not so, he would contaminate others. അപ്പൊ എന്താ ഈ ഇടർച്ച? What does this offense mean? ആ വെളിപ്പാട് അകത്ത് കയറിയ പൗലോസ് പറഞ്ഞു. And Paul, who had that revelation of the offense, ശ്രദ്ധിക്കണമേ, പൗലോസ് പറയുന്ന വാക്ക്, please give me your undivided attention. ഞാൻ മാംസം കഴിക്കുന്ന ഇറച്ചി കഴിക്കുന്നത് എന്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ വേറെ ചർച്ച നോക്കിക്കോണമെന്നല്ല പറഞ്ഞേ, എനിക്കത് വേണ്ട. Paul says, if my meat eating offend a brother, he says, look at another church, but I don't rather eat that meat. കൂട്ടു സഹോദരന് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ വേറെ വല്ല പള്ളിയിൽ പോടാ, അവിടെ എത്ര പള്ളിയുണ്ട് എന്നല്ല പറഞ്ഞത്. He doesn't say, if I offend my brother, look at another church. No, but എനിക്കത് വേണ്ട. forget that meat. എനിക്കത് വേണ്ട. I don't like that meat. ഇപ്പൊ നിങ്ങളുടെ പാസ്റ്റർ ഇവിടെ ചാർജ് എടുത്തു. And your pastor took charge of this church. പാസ്റ്റർ പറയാണ് ഞാൻ ഇറച്ചി കഴിക്കില്ല. Pastor would say, oh, I'm vegetarian. ഇനി ഇവിടെ ഏത് മീറ്റിംഗ് നടത്തിയാലും ഞാൻ സ്ഥലം മാറുന്നത് വരെ ഇറച്ചി മേടിക്കാൻ പാടില്ല. Until I am transferred to another church, no non-veg here. ഉടനെ പാസ്റ്റർ പറഞ്ഞു നമ്മൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. Our pastor said so, we have to obey. എല്ലാവരും പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. And all the members of the church said okay. പക്ഷേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ രണ്ടുപേരെങ്കിലും തമ്മിൽ പറയും. And as soon as they get out of the hall, at least two individuals would say, അവര് പറയുന്നു അങ്ങർക്ക് വേണ്ട കഴിക്കണ്ട, ഇപ്പൊ നമ്മളും കഴിക്കണ്ടെന്ന് പറഞ്ഞു. if the pastor is a vegetarian, let him eat vegetarian, but we are non-veg. നിങ്ങൾക്ക് വേണ്ട, ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് അതൊക്കെ പറഞ്ഞ അടിച്ചേപ്പിക്കുന്നത് ശരിയൊന്നുമല്ല. You cannot impose a vegetarian upon us. No, അവര് പറഞ്ഞ പറയുന്നത് അവനിടർച്ച വരുത്തുന്നെങ്കിൽ എനിക്ക് വേണ്ട. And what Paul said, if I offend someone, I would rather hate it. Praise the Lord. Praise the Lord. എന്താ മനസ്സിലായി? What did you understand? ബ്രാഹ്മൺ പശ്ചാത്തലങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരൻ അടുത്തിരിക്കുമ്പോൾ, when you have a Brahmin convert in your church, ഇവൻ അടുത്തിരുന്നു കൊണ്ട് കോഴിയുടെ കാലെടുത്ത് വെച്ച് കടിച്ചാൽ മറ്റവൻ മൂക്ക് പൊത്തും. And if you eat chicken in front of his eyes, he may close his nose. അപ്പോൾ ആ സഹോദരൻ ദൈവസഭയ്ക്കകത്തിരിക്കാൻ അവന് ഞാൻ കാരണം ഇടർച്ച വരുത്താതിരിക്കാൻ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. I would rather hate the chicken so that I may not offend my converted brother. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുള്ളി പൗലോസ് ഇപ്പം മാംസം തിന്നതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പേര് കിട്ടോ? If you eat non-veg, you think your name will be blotted out? പേര് കിട്ടോ? Your name will be blotted out? പിന്നെന്തിനാ അയാളത് വേണ്ടെന്ന് പറഞ്ഞേ?
Why did he say, I don't want that? ഞാനത് ഉപേക്ഷിക്കുക, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞെന്തിനാ? I would rather leave it, I don't need it. അതിന്റെ പേരാ വേർപാട്. That is separation. Praise the Lord. Praise the Lord. എന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് ഞാൻ ഒരു ഇടർച്ചയാകാൻ പാടില്ല. I would rather never be an offender to my brethren. എന്റെ ക്യാരക്ടർ ഒരു ഇടർച്ചയാകാൻ പാടില്ല. My character would never offend my brethren. എന്റെ വേഷം അവർക്ക് ഇടർച്ചയാകാൻ പാടില്ല. My dress code would never offend my brethren. അതിന്റെ പേരാ വേർപാട്. That is separation. Praise the Lord. Praise the Lord. അല്ലാതെ ഇതൊന്നും സ്വർഗത്തിൽ പേരുവിട്ടൊന്നും ആരും പഠിപ്പിച്ചില്ല. And no one would teach that your name will be blotted out from the book of heaven. കേരളത്തിലെ ഒരു അവസ്ഥ കൂടെ ഞാൻ പറയാം. Let me explain something from Kerala. കേരളത്തില് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ പിതാക്കന്മാർക്ക് അറിയാം. നമ്മുടെയൊക്കെ ചർച്ചകളിൽ എല്ലാവരും വെള്ള ധരിക്കണം, ആരാധനയ്ക്ക് വെള്ള ഇടണം എന്ന് നിർബന്ധമുണ്ടായി. In the ancient days, our people of our state would know that all would come with white clothes. കളർ ഇട്ടാ സ്വർഗത്തിൽ പേര് കിട്ടോ? And would your name be blotted out if you put a color shirt? കളർ ചുരിദാർ ഇട്ടത് കൊണ്ട് സ്വർഗത്തിൽ നിറകടിയെന്ന് പറയും. If you put a color chudidar on you, you think God will punish you? ഒന്നുമില്ല. No. പക്ഷെ അവർ അങ്ങനെ ശീലിച്ചിരുന്നു. But they would rather prefer the white dress. എന്താ ഇതിന് കാരണം? Why? അതും വേർപാടിന്റെ ഒരു ഭാഗമായിരുന്നു. That was also a part of the separated life. എന്താ 5000 രൂപയുടെ വെള്ള സാരി ഉടുത്തുകൊണ്ട് മറിയാമ്മ വരുന്നു. And Mary comes to the church with a $5,000 saree. 100 രൂപയുടെ വെള്ള സാരി ഉടുത്തുകൊണ്ട് ശോശാമ്മ. Shoshama comes with a $100 saree. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കും. Both would clap together and worship the Lord. ഇതിൽ ഏതാണ് 5000ന്റെ വെള്ള, ഏതാണ് 100ന്റെ വെള്ള ആർക്കും അറിയത്തില്ല. And nobody would recognize which is 5,000 saree and which is $100 saree. അപ്പോൾ അവിടെ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. You don't have time to check all these outward things. അവിടെ എല്ലാവരുടെയും ശ്രദ്ധ ദൈവത്തിലാണ്. All eyes are upon the Lord. അവിടെ എല്ലാവരുടെയും നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം ഇരിക്കുമെന്നാണ് പറഞ്ഞത്. Where your treasure is, there your heart will be also. അപ്പൊ അവരുടെ എല്ലാവരുടെയും അറ്റൻഷൻ അവിടെ ദൈവത്തിലാണ്. All attention is upon the Lord. അതുകൊണ്ട് എന്നാൽ ഇത് മാറിയപ്പോഴോ When we lost that, 5000 രൂപയുടെ പണമുളവെന്ന പട്ട് കൊടുത്തുകൊണ്ട് പറയാം. and after we have lost that sense of the fear of the Lord, one comes with a $5,000 saree. 100 രൂപയുടെ ഒരു സാരി കൊടുത്തുകൊണ്ട് ഒരു യോശാമ്മ. Then poor Shoshama comes with a $100 saree. ഇവർ രണ്ടുപേരും സഭയിൽ നിന്ന് അടിക്കുകയാണ്. And both of them would clap their hands. അപ്പൊ മറിയാൻ പറയാ, കണ്ടോടി സാരി കണ്ടോടി, തിളക്കം കണ്ടോടി എന്നുള്ള മനോഭാവത്തിലാണ് മറിയാൻ They would say, look at my costly saree, look at my costly saree. നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന ഒരു സഹോദരൻ ആ പഴയ മൊബൈലിലെ കീപാഡ് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചോണ്ടിരിക്കുന്നു. And our brother next to us would be having an old phone. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് പുതിയ ടെക്നോളജി ഇട്ട് തോണ്ടുന്നു. And the next one is having iPhone 6 Plus, and then he is padding. അപ്പോൾ ആരാധനയ്ക്ക് ഇരിക്കുന്ന റബ്ബർ ബാൻഡ് ഇട്ടോണ്ടിരിക്കുന്നവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കില്ല തോണ്ടും. And the brethren would look at each other. അപ്പൊ നോക്കേ, ഇവന്റെ ആ അറ്റൻഷൻ, ഇവനെ ദൈവത്തോടുള്ള ഏകാഗ്രതയ്ക്ക് മറ്റവൻ ഇടർച്ചയായി. Because the other brother with an expensive phone would offend the poor brother. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ നമ്മുടെ അറ്റൻഷൻ മുഴുവൻ ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ, അതിനെയാണ് വേർപാട് സൂക്ഷിച്ചിരുന്നത്. When we come into the presence of the Lord, all attention must be upon the Lord. That is separation. അല്ലാതെ എന്റെ കുഞ്ഞെ ദൈവം സ്വർഗത്തിൽ പേര് കിട്ടുമെന്നൊന്നും പറഞ്ഞ ആരും നിങ്ങളെ കളിയാക്കുകയോ നിങ്ങളെ പേടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. The Lord will never blot out the name from the book of heaven. കാരണം ഇത് നാം തനിച്ചു പാർക്കുന്ന ജനമാണ്. We are a unique people. ഇവിടെയുള്ള സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ട ഒരു പ്രമാണം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. We have a specific law that is completely different from that is in the world. എന്താണ് ഈ പ്രമാണം? What is this law? നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. Let us study about സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലേക്ക്. Come to the book of Numbers chapter 6. Numbers chapter 6. ഇല്ലയോ സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1 മുതൽ. ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന്
നിൽക്കട്ടെ, അത് ഇംഗ്ലീഷ് വായിക്കാം. The Lord said to Moses, speak to the Israelites and say to them, if a man or a woman wants to make a special vow, a vow of separation to the Lord as a Nazarite. വളരെ ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിക്കണമേ. Please give me your പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. Old Testament is a shadow and the New Testament is the real. പഴയ നിയമത്തിന്റെ എല്ലാ നിഴലായിരിക്കുന്ന എല്ലാ കാര്യത്തിന്റെയും പൊരുള പുതിയ നിയമത്തിലുണ്ട്. Everything that is a shadow in the Old Testament is found as the true and real in the New Testament. അപ്പോൾ യഹോവ മോശയോട് പറയുന്നു, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ എന്ന് പറഞ്ഞാൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. The Lord said to Moses, whether it is a man or a woman, അവന്റെ ജീവിതം യഹോവയ്ക്കായി സമർപ്പിച്ചാൽ, if he or she surrenders her life to the Lord, ഞാൻ നിഴലും പൊരുളും നിങ്ങൾക്ക് ഒന്നിച്ചു പറഞ്ഞു തരാൻ പോവുകയാണ്. I am explaining to you what is the real shadow and the real. വളരെ ശ്രദ്ധിക്കണമേ, ആ ഒരു പുരുഷൻ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, whether it is a man or a woman, അവന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചാൽ, he or she surrenders their life to the Lord, എന്റെ ജീവിതം ഇനി യഹോവയ്ക്കായി ദൈവത്തിനായി ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞ് സമർപ്പിച്ചാൽ, if he or she says that my life I submit to the Lord, പഴയ നിയമപ്രകാരം അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, നാസീർ വ്രതക്കാരൻ. there is a name by which they are called is Nazarite. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, Man or a woman, അവനെ വിളിക്കുന്ന പേര് നാസീറാണ്. and he or she is a Nazarite. ഇത് നിഴലാണ്. That is shadow. എന്താ ഇതിന്റെ പൊരുള്? What is the true and real? അവൻ നാസീർ എന്ന വാക്കിന്റെ അർത്ഥം വേർപാടുള്ളവൻ. Nazarite means separated one, കൂട്ടത്തിൽ പെടാത്തവൻ, and he is unique. തനിച്ചിരിക്കുന്നവൻ, He is unique and separated. അവൻ ഒറ്റപ്പെട്ടിരിക്കുന്നവൻ. He is isolated. മനസ്സിലായോ? അപ്പോൾ പഴയ നിയമത്തിൽ എന്റെ ജീവിതം ഞാൻ യഹോവയ്ക്കായി സമർപ്പിക്കുന്നുവെന്ന് ആണോ പെണ്ണോ തീരുമാനിച്ചാൽ അവൻ വേർപാടുള്ളവനായി. And if in the Old Testament a man or a woman says, I belong to the Lord, he or she is a Nazarite. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വന്നത്? How did we come into the presence of the Lord today? റോമാലേഖനം 10:9 പ്രകാരം, As according to Romans chapter 10 verse 9, നാം ഓരോരുത്തരും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, whether we are a man or a woman, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു അതരം കൊണ്ട് ഏറ്റുപറഞ്ഞാണ് നാം രക്ഷിക്കപ്പെട്ടത്. if we have received the Lord Jesus into our hearts and have confessed with our mouths, അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് നാം പറയുമ്പോൾ എന്ത് സംഭവിച്ചു? what happened when we confess our Lord? യേശുവിനെ നാം കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല കർത്തൃത്വവും ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. When we confess our Lord with our mouth, when we give all the lordship to Jesus Christ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇനി എന്റെ ലൈഫിലെ കംപ്ലീറ്റ് കാര്യങ്ങളുടെയും തീരുമാനം കർത്താവാണ് എന്ന് സമ്മതിച്ചവന് മാത്രമേ കർത്താവ് എന്ന് വിളിക്കാൻ അവകാശമുള്ളൂ. whether he or she or male or female, the one who has surrendered himself to the Lord, who is the only one have the right to call him Lord. എന്റെ ലൈഫിലെ സകല കർത്തവ്യങ്ങളും നിവർത്തിക്കുവാനുള്ള അധികാരം ഞാൻ കർത്താവിന് കൊടുത്തു. I have given every right to rule my life to the Lord Jesus Christ. ഇനി എന്റെ ലൈഫിന്റെ കൺട്രോൾ ഞാനല്ല ചെയ്യുന്നത്, എന്റെ ദൈവത്തിനായിട്ട് ഞാൻ കൊടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവന് മാത്രമേ കർത്താവെ എന്ന് വിളിക്കാൻ അവകാശമുള്ളൂ. Now onwards I give every right for the Lord to rule. He has the right to call the Lord Jesus Christ. അല്ലാതെ അധരം കൊണ്ട് കർത്താവ് എന്ന് വിളിക്കുന്നവനെ കുറിച്ച് യേശു എന്താ പറഞ്ഞേ? The one who just say with his mouth the Lord, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെ എല്ലാം വലിച്ചു വാരിക്കൊണ്ട് പോകത്തില്ല. and the one who just say Lord Lord, I would not know him. അപ്പൊ നമ്മൾ കയറി നിന്ന കർത്താവേ എന്ന് വിളിച്ചോ, ദൈവമേ നീ എത്ര നല്ലവനാ, ഗ്ലോറി എന്ന് പറഞ്ഞത് കൊണ്ട് എടുക്കത്തില്ല. And just with our lips if we praise Lord Lord and Lord, the Lord would not
answer. മറിച്ച് നാം കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ലൈഫിലെ സകല കർത്തൃത്വം ഇനി എന്റെ ഇഷ്ടത്തിനല്ല നടക്കേണ്ടത്, ഇനി ദൈവ ഇഷ്ടമാണ് എന്റെ ലൈഫിൽ നടക്കേണ്ടത് എന്ന് 100% ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തവന് മാത്രമേ കർത്താവേ എന്ന് വിളിക്കാൻ അവകാശമുള്ളൂ. The other word, if you have surrendered your complete life to Jesus Christ, you are the one worthy to call him Lord. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, Doesn't matter male or female. എന്റെ ജീവിതം ഇന്നു മുതൽ കർത്താവിനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ Now on, my life belongs to the Lord. നീ രക്ഷിക്കപ്പെട്ടു. You are saved indeed. ആ നിമിഷം നീ ആരായി? നാസീറായി. പഴയ നിയമപ്രകാരം നാസീറായി, പുതിയ നിയമപ്രകാരം വേർപാടുള്ളവനായി. According to the Old Testament, then you are a Nazirite, and according to the New Testament, you are a separatist. വേർപാടുള്ളവന് കൊടുത്ത പ്രമാണം ഒന്ന്, അങ്ങനെയുള്ളവൻ വീഞ്ഞും മദ്യവും കുടിക്കരുത്. And such a separated man or woman cannot take strong wine. Praise the Lord. Praise the Lord. വീഞ്ഞും മദ്യവും ബൈബിൾ രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. And my wine and liquor are two separate things. ബൈബിൾ രണ്ടായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. They are two different things. മദ്യപാനി ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നു. And drunkard would never inherit the kingdom of God. എന്നാൽ വീഞ്ഞിന് പോലും ലിമിറ്റ് വെച്ചിരിക്കുന്നു. And even though there is a limit for the intake of wine, വീഞ്ഞ് കുടിച്ച് മത്തനാകരുത്. don't be drunk with wine. അപ്പോൾ മദ്യം കഴിക്കാൻ ഒരു അനുവാദമില്ല. We have no permission to drink liquor. എന്നാൽ വീഞ്ഞ് പോലും പരിധി വിട്ട് കുടിച്ച് മത്തനാകരുത്. But we don't drink wine in an excess. വീഞ്ഞും മദ്യവും കുടിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. Don't drink liquor and wine. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പലരും, എല്ലാവരും അല്ല, Many of us think that, not everyone, നല്ല വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ ഒരു അര ഗ്ലാസ് കഴിക്കുന്നതിൽ തെറ്റില്ല. on the day of celebration, probably we can have little. വീഞ്ഞിന്റെ കാര്യം മദ്യത്തിന്റെ കാര്യം കുടിക്കരുത്. നിക്കട്ടെ, ഞാൻ പറഞ്ഞു തരും. അപ്പോ അത് വല്ലപ്പോഴും ഒക്കെ ഒരു അര ഗ്ലാസ് അടിക്കുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. There are people who think once in a while you can have a little liquor. ചില ഉപദേശിമാരൊക്കെ ഫ്ലൈറ്റിൽ വരുമ്പം രക്തം ചെയ്യാൻ പറഞ്ഞാൽ കഴിക്കുമെന്നാണ് പറയുന്നത്. Some pastors, when they are on the flight, they would say victory in the blood of the Lord, and then would sip liquor. അവിടെ ആര് കാണാനാണ്? And nobody is watching you there. ഫ്ലൈറ്റിനകത്ത് In the flight, nobody is watching you. സങ്കീർത്തനകാരൻ പറയാണ്, And the psalmist says, ഞാനേ നക്ഷത്രങ്ങളുടെ പോയ അവിടെ നിന്റെ കണ്ണുണ്ട്. even though I fly from horizon to horizon, you are there. ഞാൻ പാതാളത്തിൽ പോയ അവിടെ നിന്റെ കണ്ണുണ്ട്. If I go down to Sheol, you are there. നിന്റെ കണ്ണിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? Where shall I flee from your presence? നക്ഷത്രത്തിനകത്ത് പോയാലും തമ്പുരാന്റെ കണ്ണ് കാണുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫ്ലൈറ്റിനകത്തും ബാത്റൂമിലും ഒക്കെ കയറി ഒളിച്ചിരുന്നാൽ ദൈവം കാണത്തില്ല. If the Lord could watch you, even you are among the stars, how can you escape from the Lord in a flight? Praise the Lord. Praise the Lord. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഗൗരവത്തിലേക്ക് മടങ്ങി വരാം. Let us come back to the seriousness of our Christian life. ഒരു 5-6 സെക്കൻഡ് നിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ അടുത്ത് കണ്ടു. Very recently I saw a video clip for about 4 or 5 minutes. അത് വാസ്തവത്തിൽ ആരുടെ ഭാവനയിൽ ചെയ്തൊരു കാര്യമാണ്. Somebody had that imagination. കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ ഇതുപോലെ ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇതുപോലെ സഭ ഇരിക്കുന്നു, കർത്താവിന്റെ കാഹളം ധരിക്കുന്നു, ഒരു ശബ്ദം പെട്ടെന്നൊരു മിന്നൽ പോലെ ഒന്ന് അടിക്കുന്നു, അവിടെ ഇരുന്നവരിൽ ഒട്ടുമിക്കവരും പോയി. And when a pastor was preaching in a church, the trumpet was sounded, many members were taken up. നിങ്ങളത് ചിലപ്പോൾ കണ്ടു കാണും, യൂത്ത് ഒക്കെ ചിലപ്പോൾ കണ്ടു കാണും ആ വീഡിയോ. You probably have watched that video. പക്ഷേ എന്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ചെന്ന് അറിയാമോ? You know what struck my heart? അവൻ പോകാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ അവിടെ മുട്ടുകുത്തി നിലവിളിക്കുന്ന രംഗം കണ്ട് എന്റെ ചങ്ക് തകർന്നു. And my heart really broke when a man who was not taken up, a young man, would knelt down and pray. ആ നിമിഷം വേദനിച്ചതുകൊണ്ട് എന്ത് ഗുണം? What is the point of regretting then? നിങ്ങൾ ആ സമയത്ത് അയ്യോ ഞാൻ പോയില്ലല്ലോ എന്ന് പിന്നെ നിലവിളിച്ചാൽ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടോ?
Do you have an option after the rapture? അയ്യോ, അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ തന്നെ പോകണം. You have to be taken up at the coming of the Lord. അതിന് അവന്റെ കണ്ണിനെ ഒളിച്ച് ഒന്നും ചെയ്യാൻ നമുക്ക് You കഴിയില്ല. cannot hide anything from the eyes of the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. We have to leave our sojourn in fear. അയ്യോ, ഇങ്ങനെ ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ലാഘവത്തോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഇറങ്ങി. And there is a group of people who are not very serious about this holy living. എല്ലാത്തിന്റെയും സാരം ദൈവത്തെ ഭയപ്പെടണമെന്നാണ് വചനം പറയുമ്പോൾ Very sum and substance of everything is fear the Lord. ഇവര് പറയുന്നത് പേടിപ്പിക്കരുതെന്ന്. And these people say, oh, don't frighten the children. പലർക്കും അപ്പനെയോ അമ്മയോ പേടിയില്ല, എന്നാ ദൈവത്തെങ്കിലും ഒന്ന് പേടിക്കണമെന്നല്ലേ പറയേണ്ടത്. And we have to rather teach the young people, even though they don't fear their parents, at least to fear the Lord. നിങ്ങൾക്ക് ആയുസ് കൂടാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആയുസ് How many of you want to live a long life? കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒത്തിരി ആയുസ് കൂടാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? Children, how many of you would like to live a long life? എല്ലാവർക്കും ഇഷ്ടമാണ്. How many of you would like to live a long life? ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാൻ വേണ്ടിയാ. I am going to give you a little remedy. പറഞ്ഞുതരാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many you want to live? ആഗ്രഹമില്ലേ? പെട്ടെന്ന് ചാകണമെന്നാണോ? Do you want to die soon? അല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? Everyone wants to live long. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. I am going to give you a medication. ദീർഘായുസ് ഉണ്ടാകാൻ, And in order to live a long life, അപ്പനെ അമ്മയെ ഹോം ഹെൽത്ത് വിടരുത്. don't leave your parents in home care. ഹല്ലേലൂയ. Hallelujah. അപ്പനെ അമ്മയും ബഹുമാനിക്കുക. Honor your parents. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവും. You will have long life. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. You will be blessed. വേറൊരു മരുന്നില്ല ബൈബിളിൽ. There is no other remedy. Praise the Lord. No medication. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. This is very serious. അപ്പൊ നാമ ഇന്ന് നമ്മുടെ അപ്പനെ അമ്മയും അവരെ ആ ഹെൽത്തിൽ അവിടെ കൊണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോണം നമുക്ക് വേണ്ടി 2 കസേര അവിടെ ഉണ്ട്. If we leave our parents in home health, make sure that we will also end up there. Yes. അത് നിങ്ങൾക്കും അവിടെ തന്നെ 2 കസേര ഉണ്ട്. You will also end up there. See, നമ്മൾ മനസ്സിലാക്കണം. We will have to realize നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. our Christian life we live in fear. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. This is a very serious thing. ഞാൻ മുസ്ലിമായി ജീവിക്കുന്ന സമയത്ത് When I was a Muslim, എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. I never had this problem. ഞാൻ 16-17 വയസ്സിൽ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ When I was 16 and 17 and was riding upon my bike, BAR എന്ന ബോർഡ് കണ്ടാൽ എന്റെ ബൈക്കിന് സൈഡ് വലിയ ഉണ്ടാവും. when I look at the bar sign, then I would stop there. 16-17 വയസ്സിൽ കുടിച്ചു തുടങ്ങിയ ആളാണ്. And with that little age, I started as a drunkard. കൂട്ടുകാരുമായി തല്ലുണ്ടാക്കി നടന്നു. And I had a fight with my friends. നല്ല യൗവന പ്രായത്തിൽ ഞാൻ തല്ലിപ്പൊളിയായിരുന്നു. I was such a naughty guy when in my youth. ഒരു പറ്റം കൂട്ടുകാർ എനിക്ക് പുറകിലുണ്ടായിരുന്നു. I had a great company of friends behind me. പലപ്പോഴും ഹിന്ദു ഉത്സവ പറമ്പിലൊക്കെ ഞങ്ങൾ അടിയുണ്ടാക്കാൻ പോകും. And we would rather go into the Hindu festivals to make fight. എല്ലാ ലൈസൻസും ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാവുന്ന ഒരു അനുഭവം. We had the freedom to do everything there. അവിടെ നിന്ന് നല്ല യൗവനത്തിലാണ് ഞാൻ കർത്താവിനെ കണ്ടത്. In that very young age, I came to know the Lord. എനിക്കിപ്പോ 33 വയസ്സേ ഉള്ളൂ. I am only 33 now. ഈ നല്ല യൗവനം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ദൈവം ഭാഗ്യം തന്നു. I have decided that I give this young life for the Lord. അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും അപ്പച്ചമ്മേഷ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. I would rather didn't prefer this appachan's dress. അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു വേദിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ When I was in a preaching ministry, ഞാനിങ്ങനെ പാന്റ് ഷർട്ട് ഇൻ ഷർട്ട് ഒക്കെ ചെയ്ത് നിൽക്കാം. and I had my ഷർട്ടും പാന്റും ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. pants and shirt. അപ്പൊ പ്രസംഗം കഴിഞ്ഞപ്പോ അപ്പച്ചൻ എന്റെ അടുത്ത് പറഞ്ഞു. After my message, an appachan came to me. പഴയ കാലത്ത് അപ്പച്ചന്മാരെ പോലെ ഉപദേശമൊക്കെ പറയുന്നല്ലേ. Oh, you preach like the fathers of the old. നന്നായിട്ടുള്ളത് കൊള്ളാം. You preach like the ancient fathers. ഇനി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇൻഷർട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നിൽ ഒരു കോട്ട് വേണം.
And if you insert your shirt, you make sure that you put a coat upon you. അല്ലെങ്കിൽ ഷർട്ട് ഇൻഷർട്ട് ചെയ്യാതെ പുറത്തിടണം. Or else you just leave the shirt outside. ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ഭംഗി ഉണ്ടായി എന്നോടൊരു അഭിപ്രായം പറഞ്ഞു. Apachan gave his opinion. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഷർട്ടും പാന്റും ഇൻ ചെയ്തത് കൊണ്ട് എന്നെ സ്വർഗത്തിൽ ഇറക്കി വിടും? You think that if I insert my shirt and with pant and shirt I preach, you think the Lord will dismiss me? ഒരു കുഴപ്പമില്ല. No. അത് ഒരു ഇടർച്ചയായിക്കോ. That will be an offense. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടുവോ എന്നല്ല പറഞ്ഞത്. And you would rather never say I would wear what I would like? വേണ്ട. No. ഞാൻ അന്ന് ഉണ്ടായിരുന്ന ഷർട്ട് പലതും എടുത്ത് പാസ്റ്റർമാർക്ക് കൊടുത്തു. And that day I gave my pants to many pants and shirt to many pastors. അന്ന് പോയി 10 ജുബ്ബ മേടിച്ചു. And that day I bought 10 jubbas. അന്ന് തൊട്ടേ ഞാൻ പ്രസംഗ സ്ഥലത്ത് ഇതാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. From that day I wear jubba in my preaching. ഞാൻ പുറത്ത് പോകുമ്പോൾ ഷർട്ടൊക്കെ ഉപയോഗിക്കും. And when I go outside I put shirt on. എന്നാൽ ശുശ്രൂഷ മുഖത്ത് നിൽക്കുമ്പോൾ ഇത് ശീലമായി. When I preach upon the stage, this is my custom now. അതുകൊണ്ട് എന്താ കുഴപ്പം? What is wrong with it? ഒരു പ്രശ്നവുമില്ല, ആർക്കും ഇടർച്ചയില്ലല്ലോ. No, I don't offend anybody. അല്ലേ? No. ഇനിയിപ്പോ നാളെ ഒരാൾ വന്നിട്ട് തുണിയെ ഇടണ്ടെന്നൊന്നും എന്തായാലും പറയത്തില്ലല്ലോ. Nobody would come tomorrow and say don't wear anything. അപ്പൊ ഒരു നല്ല കാര്യം നമുക്കത് അംഗീകരിക്കാം. We can always recognize good things. ഞാൻ ഇന്ന് പലയിടത്തും ഒക്കെ പോയി സ്റ്റേജില് വർഷിപ്പൊക്കെ ചെയ്യുന്ന കോലമൊക്കെ കണ്ടിട്ട് കർത്താവ് കണ്ണും കുത്തി ഇരിക്കുവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. Today when I watch many people, many worship leaders, I think the Lord has blindfolded. അതൊക്കെ നിങ്ങൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകോ. മിനിമം ഉൾപ്പിറ്റിനകത്ത് കയറുമ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ബഹുമാനം കൊടുക്കണം എന്നേ ഞാൻ പറഞ്ഞു. You can wear whatever you like when you are on the outside, but in the inside of the building you have to have a dress code. കുഞ്ഞുങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് ആരാധിച്ചു കേട്ടോ. ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. And I appreciate the children of this church. They did a good job today. പലയിടത്ത് കണ്ടൊരു പൊതുകാര്യം പറഞ്ഞെന്നുള്ളത്. But I told generally what I have seen in other churches. അപ്പൊ കുഞ്ഞുങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങളിപ്പോ ഇങ്ങനെ നിന്നത് കൊണ്ടെന്താ കുഴപ്പം? ദൈവം ഞങ്ങളെ ഇറക്കി വിടുമെന്ന് ചോദിച്ചാൽ ഇറക്കി വിടത്തില്ല. And if the children would ask me what is wrong if we have this dress code, you think the Lord will dismiss us? പക്ഷേ നമ്മൾ വേർപെട്ട ജനമാണ്. We are separated people. Praise the Lord. Praise the Lord. അപ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. Don't drink strong liquor and wine. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. വായിച്ചാ. And please read on. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും വരുത്. He must abstain from wine and other fermented drink and must not drink vinegar made from wine or from the fermented drink. He must not drink grape juice or eat grapes or raisins as long as he is a Nazarite. He must not eat anything that comes from the grapevine, not even the seeds or skins. മുന്തിരിപ്പഴത്തിന്റെ കുരു തൊട്ട് തൊലി വരെ, ബാക്കി ശ്രദ്ധിക്കണം, കുരു തൊട്ട് തൊലി വരെ മുന്തിരിയുടെ അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വേർപെട്ടവന്റെ ജീവിതത്തിൽ right from the very seed to the skin of grape he must not touch. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നന്നായി പാസ്റ്റർ, ഇനിയിപ്പോ മുന്തിരി കണ്ട യേശുവിന്റെ നാമത്തിൽ കോപിശാചം എന്ന് പറയാമല്ലോ. Now on can I say, get thee behind me Satan, when I see a grapevine? മുന്തിരി ശാസിക്കണമെന്നോ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മുന്തിരി ഇങ്ങോട്ട് കഴിക്കരുതെന്നോ അല്ല പറഞ്ഞത്. അത് നിഴലാണ്, അതിന്റെ പൊരുള് ഞാൻ പറഞ്ഞു തരാം. I would say that is only a shadow, not of the real. അവിടെ നിൽക്കട്ടെ, താഴോട്ട് വായിക്കേ. And read down. അത് നമ്മളിപ്പോ വായിച്ചു. അടുത്തത് ക്ഷൗരക്കത്തി അവരെ തലയെ തുടരുത്. അപ്പൊ ഇനി തൊട്ട് ആരും മുടി വെട്ടരുതെന്നാണോ? During the entire period of his vow of separation, no razor may be used on his head. അതിന്റെ പൊരുളെ ഞാൻ പിന്നാലെ പറഞ്ഞു തരാം. I would say what is the real of it later on. തൊട്ടടുത്ത വാക്ക്. Next word. കാലം തികയുവോളം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയ്ക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ അവർ തന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു.
throughout the period of his separation to the Lord, he must not go near at that body. അപ്പൊ ആണാകട്ടെ പെണ്ണാകട്ടെ Male or female, അവർ യഹോവയ്ക്ക് സമർപ്പിച്ച കാലം തികയുവോളം, till the time of separation is complete. ഈ കാലം തികയുന്നത് എപ്പോഴാ? When is the time of completion? ഒന്നുകിൽ കാഹളം ധ്വനിക്കണം, Maybe at the trumpet of the Lord, അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ഇവിടുന്ന് പോകണം. or else we must die. ഇതിൽ രണ്ടിലൊന്ന് സംഭവിക്കുവോളം Either one of these, എന്തായിരിക്കണം? we must remain as എന്തായിരിക്കണം? നിങ്ങൾ പറ. വിശുദ്ധ ജീവിതം നയിക്കണം. we must live a separated life. കണ്ടോ? വേർപെട്ടവന്റെ പ്രമാണം കണ്ടോ? That is the law of separation. ഒന്നുകിൽ കർത്താവിന്റെ കാഹളം മുഴങ്ങുന്നത് വരെ, Either the sounding of the trumpet, അല്ല നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടുന്ന നാൾ വരെ വിശുദ്ധ ജീവിതം നയിക്കണം. or we are separated from this world. We must live a separated life. പാപത്തോട് വേർപെട്ട ജീവിതം നയിക്കണം. We must live a life away from sin. അതാ പ്രമാണം. That is the law. അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഒന്നും പുസ്തകത്തിൽ ഇല്ല. Yes, there is no plan of adjustment in the scripture. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ല ഇതിനകത്ത്. പ്രമാണത്തിന് കോംപ്രമൈസ് ഇല്ല. There is no compromise, but be specific. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് അവർ കൊടുത്ത പ്രമാണം. തൊട്ടടുത്ത വാക്ക് പറയുന്നു. എന്താ തൊട്ടടുത്ത വാക്കൂടെ വായിച്ചേ? What does the next verse say? തലമുടി വളർത്താൻ ആ അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കുന്ന കാലത്തൊക്കെയും ആ ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. തൽക്കാലം നിൽക്കട്ടെ, ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. He must not go near at that body. അപ്പൊ തൽക്കാലം അത്ര നിൽക്കട്ടെ, സമയപരിമിതി കൊണ്ട് ഞാൻ പറയുക. Because of the time limit, I just leave those. അപ്പൊ ഇങ്ങനെയുള്ള പ്രമാണം നാസീർ വ്രതക്കാരന് കൊടുത്തു. And such law were given to the Nazarite. അപ്പോ ഈ നാസീർ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും? And if you would name a Nazarite, whose name you would say? ആരുടെ പേര് പറയും? ശിംശോന്റെ പേര് പറയല്ലേ? You would say the name of Samson. എന്നാൽ ശിംശോന്റെ ലൈഫ് നമ്മളത് പഠിക്കാൻ പോകും. When we study the life of Samson, നാസീർ വ്രതക്കാരന് പ്രമാണമൊക്കെ കൊടുത്തു, ഓക്കെയാണ്. and the law of Nazarite is okay. പക്ഷെ ആ പ്രമാണം കയ്യിലിരിക്കുന്നവന്റെ ലൈഫ് ഒന്ന് പഠിക്കാൻ പോവാ. But look at the very life of a Nazarite. ന്യായാധിപന്മാരുടെ പുസ്തകം 14 ഓടി വാ. When we come to Judges chapter 14. ശ്രദ്ധിക്കണേ, ന്യായാധിപന്മാർ 14 വാ. Judges chapter 14. വായിച്ചാട്ടെ. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നെ. Samson went down to Timnah and saw there a young Philistine woman. കുഞ്ഞുങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കണേ. Listen to me, please, children. Listen to me. ശ്രദ്ധിക്കണേ. അനന്തരം ശിംശോൻ, After that, Samson, തിമ്നയിലേക്ക് ചെന്ന് he went down to Timnah, തിമ്നയിൽ പോയി പെണ്ണ് കണ്ടു. and he saw a beautiful girl there. ശ്രദ്ധിക്കണേ. Listen to me, please. ഇവൻ ആരാ? Who is he? Nazarite. He is a Nazarite. വേർപാടുള്ളവൻ. He is a separatist. അവൻ എവിടെ പോയി പെണ്ണ് കണ്ടു? Where did he go down to see a woman? ജാതിയായിരിക്കുന്ന ഫെലിസ്ത്യയെ പോയി പെണ്ണ് കണ്ടു. He went down to the Gentiles' territory of the Philistines. അഗ്രചർമ്മികളായ ഫെലിസ്ത്യരുടെ പോയി പെണ്ണ് കണ്ടു. The uncircumcised Philistines. വേർപാടുള്ള വേർപെട്ട ദൈവത്തിന്റെ മക്കൾ. And the people of separation. വേർപാടില്ലാത്തടത്ത് പോയി പെണ്ണ് കാണുന്നു. And you cannot go down and see a girl among the uncircumcised. ഇവൻ നാസീറാണ്, വേർപെട്ടവനാണ്. He is a Nazarite. പക്ഷേ ഇവൻ അവിടെ പോയി പെണ്ണ് കണ്ടു. But he went down to the Gentiles. കേൾക്കണോ അവന്റെ ലൈഫ്? വായിക്കുക. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. He came back to his parents and told about her. സ്വത്രം പറ. ഒരു സ്വത്രം പറയാം. Hallelujah. എന്തിനാ സ്വത്രം പറയിച്ചേ? Why did you say stotram? വന്ന് പറഞ്ഞല്ലോ. And he came back and told the parents. അതിനാ സ്വത്രം പറഞ്ഞു.
That is why I praise the ഇപ്പൊ Lord. പറച്ചിലൊന്നുമില്ല. Many children would never say that. ഇപ്പൊ കൊണ്ടുവന്ന് കഴിയുമ്പോഴാ പപ്പയും മമ്മി അറിയുന്നത്. After they have joined together and living together, parents would know. രാവും പകലും പപ്പയും മമ്മിയും അധ്വാനിച്ചു. And day and night, their parents would toil and toil. അവരുടെ നല്ല ലൈഫ് മുഴുവൻ മാറ്റി വെച്ചിട്ട് അവർ രണ്ടുപേരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി The prime of their life they would spend for the children. ഏതൊരു ജീവിതത്തിനും ഒരു നല്ല ലൈഫിന് ഒരു ടൈം ഉണ്ട്. And every good life has an end. ആ ടൈമിൽ ഇവര് തമ്മിൽ കാണാൻ പോലും പറ്റാതെ ഭാര്യ തിരിച്ചു വരുമ്പോ ഭർത്താവ് പോവാ, ഭർത്താവ് വരുമ്പോ ഭാര്യ പോവാ, തമ്മിൽ കാണുന്ന ഒരു ദിവസം ഉണ്ടേ കൃപ. Both parents, husband and wife, father and mother would work hard. അത്രത്തോളം അവർ അധ്വാനിച്ചു. They in such a way they toil and toil for the children. എന്തിനാ നിങ്ങൾ ഇത്ര കിടന്ന് അധ്വാനിക്കുന്നത്? Why did you struggle so hard? എന്താ നിങ്ങൾ നല്ല സമയത്തിന് രണ്ടുപേരോട് ഒരു പാർക്കിലോ മ്യൂസിയത്തിലോ ഒക്കെ പോയിരുന്ന് നിങ്ങളുടേതായ ജീവിതത്തിൽ സമയം കണ്ടെത്താൻ? Why don't you go and find some time together in the prime of your life? നമ്മുടെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. We all are working hard for our children. എല്ലാവരും പറയും മക്കൾക്ക് വേണ്ടിയാ. For children we work hard. അങ്ങനെ കഷ്ടപ്പെട്ട് ഉറക്കം മാറ്റി വെച്ച് പാതിരാത്രി നാട്ടിൽ വെച്ച് സൈക്കിൾ പോലും ഓടിക്കാത്ത അമ്മച്ചി ഇവിടെ വന്ന് വണ്ടി വരെ ഓടിക്കും. And our ammachis probably would never a bicycle in Kerala. He is driving a car here now. അവിടെ വെച്ച് അട്ടയും മുണ്ട് കൊടുത്തിട്ട് ഇവിടെ വന്ന് ജീൻസ് വരെ വലിച്ചു. And ammachi who had a chapra and mundu is now wearing jeans now. എല്ലാം ഇങ്ങനെ ഒന്നും മനസ്സുണ്ടായിട്ടല്ല, അങ്ങനെ കഷ്ടപ്പെടുക. Struggle for the children. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടിയല്ലോ. All for children. എന്നാൽ അങ്ങനെ വളർത്തുന്ന മക്കൾ And children who are reared up in such a way, അത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ with such struggle that when the parents bring them up, അവര് 18 വയസ്സാകുമ്പോൾ വിളിച്ചിട്ട് പറയും മമ്മി അടുത്ത ആഴ്ച കല്യാണോ സൗകര്യം ഉണ്ടേ വന്ന് കൂട്ടിട്ട്. and when they are 18 they would rather call mommy and say tomorrow is my wedding, please come. നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കണം കേട്ടോ. Look at your conscience and say, ആ വേദന നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അപ്പനാകണം. how painful it would be. You would realize only when you become a parent. ആ വേദന നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു അമ്മയാകണം. You will realize that pain only when you become a mother. എന്റെ അമ്മ എന്റെ പുറകെ നടന്നതിനോട് മോനെ മര്യാദയ്ക്ക് പഠിക്കടാ മര്യാദയ്ക്ക് എന്റെ പുറകെ നടന്ന് പറഞ്ഞിട്ടുണ്ട്. My mother would used to chase me and say, study hard. ഞാൻ എന്റെ അമ്മയ്ക്ക് എന്നും വേദന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. But I have so far given only pain to my mother. എന്നാൽ ഇന്ന് എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കും. But I have 2 girls studying in 3rd and 4th grades. ഞാൻ ഇപ്പോഴേ അവരെ കുറിച്ച് ടെൻഷൻ ആയിക്കൊടുക്കുന്നു. I am building great tension about them. എന്റെ അമ്മ എന്നോട് പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. Now I realize what my mother advised me about. Praise the Lord. നമ്മുടെ തെരഞ്ഞെടുപ്പല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. Our choice is not the choice of God. അവൻ ഫെലിസ്ത്യ കന്യകയെ കണ്ടു. He went down and saw a woman in Philistine. അപ്പനോടും അമ്മയോടും അറിയിച്ചു. And he came back to parents and said about her. വേർപെട്ടവന്റെ അപ്പനും അമ്മയല്ലയോ? And the parents of a Nazarite. അവര് കരച്ചിൽ തുടങ്ങി. And they began to weep. വായിച്ചേ. അവൻ തന്റെ അപ്പനെ അമ്മയെ അറിയിച്ചു. ഞാൻ തിന്മയിൽ ഒരു ഫിലിസ്തീനെ കണ്ടിരിക്കുന്നു, ആ അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. കണ്ടോ ഇയാൾ വന്നിട്ട് പറഞ്ഞു പപ്പ ഞാൻ DTP പഠിക്കാൻ പോയപ്പോ ഒരു കൊച്ചിനെ കണ്ടു, എനിക്ക് അവള് മതി. I have seen a girl in Philistines, now get her for me as my wife. മമ്മി ഞാൻ ചാറ്റിങ്ങിലൂടെ ഒരു ചേട്ടായിയെ കണ്ടു, എനിക്ക് ആ ചേട്ടായി മതി. And through my chatting I found a brother, I would like him. എന്ന് പറഞ്ഞു. ഉടനെ അപ്പനും അമ്മയും നെഞ്ചത്തടി തുടങ്ങി. എന്താ വായിക്കാൻ? And the parents began to beat upon their chest. എന്റെ അപ്പനും അമ്മയും അവനോട് അഗ്രഹങ്ങളുടെ ഫിലിസ്തീനിൽ നിന്ന് നീ ഒരു ഭാര്യ എടുക്കാൻ പോകണേ. കണ്ടോ പപ്പയും മമ്മിയും നെഞ്ചത്തടിക്കുകയാണ്. And the parents would rather beat upon their chest and would say, മോനെ ആ അഗ്രജാമികളുടെ ഇടയിൽ നിന്ന് നീ കല്യാണം കഴിക്കാൻ പോണോ? oh, would you rather choose a wife from the uncircumcised Philistines? നിന്റെ സഹോദരന്മാരുടെ ഇടയിലോ? And don't you have one among your brethren? നമ്മുടെ ജനത്തിന്റെ ഇടയിലോ? Among our people, don't you find one? ഒരുത്തി ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ. Did you find a girl in our community? നമ്മുടെ ജനത്തിന്റെ ഇടയിൽ യാതൊരുത്തിയും ഇല്ലയോ? Don't you find a
girl in our community? നമ്മുടെ ഇടയിൽ ഇല്ലയോടാ? Don't you have one in our community? എടാ കമ്മലുമാല ഇല്ലെന്നുള്ളതല്ലോടാ, സുന്ദരികളല്ലയോടാ Oh, they are beautiful though they don't wear gold. എന്നൊക്കെ പറഞ്ഞു. And the parents said so. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കന്റെ മട്ടങ്ങ് മാറി. And the boy got angry. അവൻ അപ്പന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങി. And he rather looked at his father and said, അവൻ തന്റെ അപ്പനോട് he said unto his father, അവളെ എനിക്കെടുക്കണം, I would like her. അവളെ എനിക്ക് ബോധിച്ചു I love her. എന്ന് പറഞ്ഞാൽ നിങ്ങളാരും അവളെ കെട്ടുന്നു. Oh, you are not marrying her. It is I who marry her. എന്റെ ജീവിതം My life. നിങ്ങളാണോ തീരുമാനം? Why do you eat? എനിക്ക് ഇഷ്ടപ്പെട്ടു. I like her. അത് മതി. That is enough. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, അതിന് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് വേറൊരു ഡയലോഗാണ്. And today's children would say something different. ഞാൻ ചിലർക്ക് കേൾക്കാറുണ്ട്. I have heard it. എന്താണെന്നറിയാമോ? You know what it is? പപ്പയ്ക്ക് എന്തോ ഞാനൊരു ആത്മാവിനെ കൂടെ നേടാൻ പോവില്ല. I'm winning another soul for the Lord. ആമേൻ. Amen. Amen. ഹല്ലേലൂയ. Hallelujah. എന്റെ കുഞ്ഞ് എത്ര ചെറുപ്പത്തിലേ ആത്മാവിനെ നേടാൻ കഷ്ടപ്പെടും. Oh, such a young age, my son is winning his soul. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ മനുഷ്യർ? Don't you see that? നീ അത്രയും കഷ്ടപ്പെട്ട ആത്മാവിനെ നേടണ്ട. You don't have to struggle that hard in order to win a soul. ഞാനൊരു ആത്മാവിനെ കൂടെ നേടാൻ പോയോ? I'm winning another soul. പപ്പയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല. Father, you don't understand. പപ്പ ചോദിച്ചു, അതെങ്ങനെയാണ് ആത്മാവിനെ നേടുന്നത്? Daddy asked him, how do you win a soul? സ്നാനപ്പെടാൻ സമ്മതിച്ചിട്ടുണ്ട്. And she has agreed to be baptized. കൈയൊന്നും പൊക്കല്ലേ ആരും. Don't raise your hand. കുഞ്ഞേ, നീ അങ്ങനെ ആത്മാവിനെ നേടണ്ട. You don't have to win soul like that. അങ്ങനെ ആത്മാവിനെ നേടുന്ന ഒരു പ്രമാണം പുസ്തകത്തിലില്ല. There is no such winning of soul in the Bible. ഇത് ജിഹാദിന്റെ വകുപ്പല്ല അങ്ങനെ ആത്മാവിനെ നേടാൻ. This is not the law of jihadis. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വേർപെട്ട ദൈവജനം. And the people of separation. ആമേൻ. അപ്പനും അമ്മയും നിലവിളിച്ചു. And the parents rather cried out. അവൻ കേട്ടില്ല. He didn't listen to them. എന്ത് സംഭവിച്ചു? വായിക്കാതാവട്ടെ. What happened? അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിണ്ണയിലേക്ക് പോയി. അല്ലച്ചാ, അതിന് മുമ്പ് ഒരു വാക്യം ഉണ്ടല്ലോ. ഇത് യഹോവയാൽ ഉണ്ടായെന്ന് ആ അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അത് വേണം നമുക്ക്. കാര്യം നമ്മളത് വായിച്ചില്ലെങ്കിൽ പിള്ളേരെ തപ്പിയെടുത്തോണ്ട് വന്നിട്ട് പറയും, പാസ്റ്റർ കണ്ടില്ല, ഇത് യഹോവയാൽ ഉണ്ടായത്. His parents did not know that this was from the Lord. ഏത് കല്യാണക്കാരും അല്ല, Not this marriage proposal. പിന്നെന്തോ യഹോവയാൽ ഉണ്ടായതാ. What happened by the Lord? അടുത്ത വാക്ക്, Next verse. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. അവൻ അഥവാ ദൈവം ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. The Lord was seeking an occasion against the Philistines. അതെന്താ കാരണം? അടുത്ത വാക്യം, ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. ആടാ കാര്യം. Because the Philistines ruled Israel. അന്ന് ഇസ്രായേൽ ജനം വിതച്ചു വിളവെടുക്കാൻ സമയമാകുമ്പോൾ അവരുടെ നന്മയെ മുടിച്ചു കൊണ്ടുപോകുന്ന ഫെലിസ്ത്യന്റെ നേരെ തിരിയുവാൻ ദൈവം അവസരം നോക്കിയിരിക്കുമ്പോഴാ ഇവൻ പോയി പരിപാടി ഒപ്പിച്ചോണ്ട് വന്നു. When the field of Israel is ready for the harvest, Philistine would come and rob it. അതുകൊണ്ട് ദൈവം മൗനമായിരുന്നു. Therefore the Lord kept quiet. ദൈവം ചിലർക്ക് മൗനമാകുന്നത് ദൈവഹിതമാണെന്ന് നീ ധരിക്കരുത്. Don't ever think that whenever the Lord is keeping quiet, it is the will of the Lord. Praise the Lord. Praise the Lord. ആമേൻ. അടുത്ത വാക്കാണ് വായിച്ചത്. Next verse is important. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിണ്ണയിലേക്ക് പോയി. ഇംഗ്ലീഷ് വായിച്ചത്. And Samson and his father went down to Timnah. അപ്പൊ ഈ അപ്പനും അമ്മയും അല്ലയോ നേരത്തെ നെഞ്ചത്തടിച്ച് കരഞ്ഞു? Don't you know that these parents wept aloud? മനസ്സിലായില്ല? ഈ അപ്പനും അമ്മയും തന്നല്ലേ നേരത്തെ നിലവിളിച്ച് കാണിച്ചത്? They say parents wept aloud. ഈ അപ്പനും അമ്മയെ നല്ല വടിക്കടിക്കണം. We have to punish these parents. മനസ്സിലായോ? You know why? എന്താ മനസ്സിലായോ? What did you understand? ആദ്യം കരഞ്ഞു കാണിച്ചിട്ട് പിന്നെ ഇവര് തന്നെ പോവുക പെണ്ണ് കാണാൻ. They first cried out and wept. Now they go to see this girl. സഭായോഗത്തിൽ കരുന്ന ഒരു സാക്ഷി, എന്താ ചെയ്യാനാ, എന്റെ കുഞ്ഞ് ഇങ്ങനെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച അപ്പനും അമ്മയും കൂടെ കൊണ്ടുപോകും. And one day they would rather say with the tears their testimony, and next day they would go down to see a girl. Praise the Lord. Praise the Lord. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? താഴോട്ട് വായിക്കാം. You know what happened?
തിമ്നഗിരിയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ മുന്തിരി വന്നല്ലോ. ഒരു ബാലസിംഹാവിന്റെ നേരെ അലറി വന്നു. കണ്ടോ? As they approached the vineyards of Timnah, suddenly a young lion came roaring towards him. കണ്ടോ? മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ സിംഹം വന്നു. When they came to the vineyards, a young lion rode up. എന്റെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിലാണോ സിംഹം കാട്ടിലാണോ? My question is, where is the lion found? In vineyard or in the forest? എവിടാ? Where is? മുന്തിരിത്തോട്ടത്തിൽ എവിടാ സിംഹം? Where do you see find as a lion? ഒന്നുകിൽ കാട്ടിലല്ലേ മ്യൂസിയത്തിൽ. A lion would be either in the forest or in the desert. എന്നാൽ ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ സിംഹം വന്നു. But here in the vineyard, a lion came. എന്താ ഇതിന്റെ മർമ്മം? What is the mystery behind it? വേർപെട്ടവന് പ്രമാണം കൊടുത്തിരുന്നു. Because the Lord had given the word of separation. മുന്തിരിയുടെ കുരു തൊട്ട് തൊലി വരെ അവന്റെ ജീവിതത്തിൽ അനുവദിക്കരുത്. Even the seed or a skin he cannot touch. കുരു അനുവദിക്കരുത് പറഞ്ഞെടുത്ത് ഇപ്പൊ തോട്ടത്തിനകത്തൂടെ പോകും. And now when the Lord has said do not touch either a seed or a skin, now he goes to the vineyard. എന്താ ഇതിന്റെ ദൂത്? What is the message? തമ്പുരാൻ അരുത് എന്ന് പറഞ്ഞ റൂട്ടിലൂടെ നീ നടക്കാൻ തുടങ്ങിയാൽ പ്രതികൂലം നിന്റെ നേരെ പാഞ്ഞു വരുമെന്ന്. Whatever the Lord has commanded not to go through you, if you go, the lion would come. ദൈവഹിതമല്ലാത്ത റൂട്ടിലൂടെ നീ നടക്കാൻ തുടങ്ങിയാൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ പ്രതികൂലം വരും. Your unexpected enemy would come from the unexpected place if you walk through the undecided place. പ്രതികൂലം വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് പ്രതികൂലം ഉണ്ടാകുക. And from the unexpected place you can expect opposition. കാരണം നീ നടക്കുന്ന വഴി ദൈവഹിതമല്ലാത്ത റൂട്ടിലൂടെ. Because you are walking in the undesired places. എന്നാൽ ദൈവത്തിന്റെ നീതി, but the righteousness of God, അവിടെ വെച്ച് ശിംശോനെ അവസാനിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. the Lord did not strike Samson down there. ഒരു വലിയ ദൂത് നിങ്ങളോട് പറയാം. Let me give you a wonderful message of the Lord. ഒരു ദൂത് നിങ്ങളോട് പറയാം. Let me share with you something, dear child of God. അവിടെ അവനെ അവസാനിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. The Lord did not strike him down there. മറിച്ച് ദൈവം ഒരു അവസരം കൊടുത്തു. The Lord gave him another opportunity. ആ അവസരത്തിൽ അവന് യാത്ര മതിയാക്കി തിരിച്ചു വരാമായിരുന്നു. He could come back from that journey. അവൻ തിരിച്ചു വന്നില്ല. He never came back. ദൈവം അവസരം തരുന്നത് ലൈസൻസ് ആയി എടുക്കരുത്. Oh, don't never take the opportunity the Lord gives you as a license. ദൈവഹിതമല്ലാത്ത റൂട്ടിലൂടെ നീ പോയിട്ടും, If you go through the undecided places, ദൈവഹിതമല്ലാത്ത ഫോൺ കോളിന് നീ ചെവി കൊടുത്തിട്ടും, if you listen to the undecided phone calls, ദൈവഹിതമല്ലാത്ത ഇടപാട് നീ നടത്തിയിട്ടും, if you have dealings with the undecided things, നിന്നെ അടിക്കാതെ ദൈവം നിർത്തിയിരിക്കുന്നത് ഒരു ലൈസൻസ് ആയി എടുക്കരുത്. because the Lord has punished you, it doesn't mean that it is a license. നിന്നെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്ന ലൈസൻസ് ആയി എടുക്കരുത്. The Lord did not strike you down, it is not a license. ഇന്ന് പകൽ മടങ്ങി വാ. Come back. ഇന്ന് പകൽ തിരിച്ചു വാ. Come back to the Lord. നീ ദൈവഹിതമല്ലാത്ത റൂട്ടിലൂടെ നടക്കരുത്. Don't go to the undecided places. ദൈവഹിതമല്ലാത്ത റൂട്ടിലൂടെ നീ പോകരുത്. The undecided places you never take. നിനക്ക് ദൈവം അവസരം തന്നതാ. The Lord has given you opportunity. നിനക്കൊരു ചാൻസ് തന്നതാ. The Lord gave you another chance. അതിന്റെ അർത്ഥം ദൈവഹിതമല്ല. It doesn't mean that it is the will of the നീ Lord. മടങ്ങി വാ. You come back. നീ തിരിച്ചു വാ. You come back. കാര്യമില്ലെങ്കിൽ ഇനി ഒരു ദൂത് നീ കേൾക്കത്തില്ല. Because if you don't come back, you will never have another chance to listen to God. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അവൻ തിരിച്ചു വന്നില്ല കേട്ടോ. He never came back. മുന്നോട്ട് പോയി. He went forward. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കണം, സമയമില്ല കേട്ടോ. Because of the time limit, I am not explaining. അവൻ പോയി പഠിച്ചാൽ If you study at home, അവൻ മുന്തിരി കുരു തൊട്ട് തൊലി വരെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ തെറ്റി. and the Lord said, don't touch right from the seed to skin, he violated it. ഒരെണ്ണം തെറ്റി. One he violated. മുന്നോട്ട് പോയി പെണ്ണ് കണ്ടപ്പോൾ വിരുന്ന് കഴിച്ചു വീഞ്ഞു വളർത്തി. And when he went at the meeting of the girl, they served wine there. രണ്ട് തെറ്റി. Second violation. തിരിച്ചു വരുന്ന വഴി സിംഹത്തിന്റെ ശവത്തിന്റെ അടുക്കൽ ചെന്നു. ശവത്തിന്റെ അടുക്കൽ ചെല്ലാനെന്നാണ് പ്രമാണം. And when he came back home, on the way he came to the carcass of the lion. അവൻ ശവത്തിന്റെ അടുക്കൽ ചെന്നു, മൂന്ന് തെറ്റി. Went to the carcass of the lion, he violated the third one. ആദ്യത്തെ വരവിൽ ആമേ ദൂതിൽ മടങ്ങി വന്നിരുന്നെങ്കിൽ പിന്നെ തെറ്റിയാലായിരുന്നു. And if he had come back at the first violation, he would not have done the second
second one. പിന്നെ തെറ്റിക്കൊണ്ടേയിരുന്നു. And he repeated the mistake. പിന്നെ തെറ്റിക്കൊണ്ടേയിരുന്നു. Repeated again and again. ഒടുവിൽ കുഞ്ഞെ ഒരു ദൂത് പറഞ്ഞ ആ ഭാഗം വിടാൻ. Let me share with you one message and leave that portion. ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയട്ടെ. You know what is the climax of this? 20-ാം വാക്യം വായിക്കാൻ. Chapter 14 verse 20. സിംസോന്റെ ഭാര്യ കൂട്ടുകാരനായിരുന്ന തോഴന്റെ ഭാര്യയെ തീർന്നു. And Samson's wife was given to the friend who had attended him at his wedding. അങ്ങനല്ലേ? Yes. ദൈവഹിതമല്ലാതെ തെരഞ്ഞെടുത്തത് കൂട്ടുകാരന്റെ കൂടെ പോയത്. And the one who took without God's will went with your friend. തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നായിക്കോട്ടെ. Your choice must be from the Lord. കുഞ്ഞെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാകട്ടെ. Your choice must be from the Lord. അല്ലേ കൂട്ടുകാരന്റെ കൂടെ പോകും കേട്ടോ. If not, she would go with your friend. നമ്മൾ കേൾക്കുന്നില്ലേ 45-25 കൂടെ പോയതൊക്കെ. And don't you listen? Don't you hear that the 45-year-old woman went with the 25? Oh, but are they gone crazy? അവർക്കൊന്നും പറ്റിയതല്ല. തെരഞ്ഞെടുപ്പ് ദൈവത്തിനാകട്ടെ. Their choice was not from the Lord. സ്വന്തം തെരഞ്ഞെടുപ്പിൽ ഊന്നരുത്. Don't ever depend on your choice. തെരഞ്ഞെടുപ്പ് ദൈവത്തിനാകട്ടെ. Choice must be from the Lord. തലമുറയുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിനാകട്ടെ. Generation's choice must be from the Lord. ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് ദൈവത്തിനാകട്ടെ. Your life choice must be from the Lord. ജീവിതത്തിൽ ദൈവ ഇഷ്ടം നടക്കട്ടെ. Yes, the Lord's will must be done in your life. കാരണം നീ വേർപെട്ടവനാ. You are a separated ഒരു one. പ്രമാണമുണ്ട്. You have a law. ഈ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? You know what is the uniqueness of this law? അത് 5 മിനിറ്റിൽ പറഞ്ഞ വാക്കുകൾ അവസാനിക്കും. In 5 minutes I would say that. എനിക്ക് ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പറയാൻ ഇത് പഠിക്കണം. ഇതൊക്കെ Praise the Lord. We have to study this. അത് ശ്രദ്ധിക്കണം. ഈ പ്രമാണത്തിന്റെ പ്രത്യേകത 2 ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 things I would share about this specific law. ആമേൻ. അവിടെ ആ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരണം. We have to come back to the book of Esther in order to understand the specification. പ്രമാണത്തിൽ നിന്ന് തെറ്റിപ്പോയവൻ എവിടെ അവസാനിച്ചു? Where did the one who violated end up his life? എവിടെ അവസാനിച്ചു? Where did he end up? ദലീലയുടെ മടിയിൽ അവസാനിച്ചു. He ended up in the bosom of Delilah. എന്താ കാരണം? Why? ഒരെണ്ണം കൂടെ പറയാനുണ്ട്. തലയിൽ മുടിയിൽ കത്രിക വെക്കരുത്. And there is one more Nazarite vow: no razor should go over your head. അർത്ഥം മുടി വെട്ടണമെന്നല്ല, മുടി വെട്ടാതിരിക്കണമെന്നല്ല. It doesn't mean that you should not cut your hair. അവന്റെ 7 ജടയിലാണ് അവന്റെ കൃപ. Because in the 7th fold of his hair is in his power. അത് ഈ കത്രിക വെച്ചാൽ കൃപ പോയി. And if you have a razor upon your head, then you lose the power. ഒരു നിഴലാണ്. That is only a shadow. അതിന്റെ ഒരു പൊരുൾ ഞാൻ പറയാം. I would rather tell you what is the real. ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശമാണ് 7. There are 7 fundamental teaching for the church. ഉപദേശത്തെ കത്രിക വെച്ചാൽ നിന്റെ കൃപ തീർന്നു. If you take one out from the 7, you lose your grace. ഉപദേശത്തെ കത്രിക വെച്ചാൽ നീ അവിടെ അവസാനിച്ചു. If you take the fundamental teaching, you would end up there. ഇന്ന് ഉപദേശത്തെ കത്രിക വെച്ച ആളെ കൂട്ടാൻ ഉപദേശിമാർ വാടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. Today pastors would make any compromise to have a mega church. നിന്റെ ഉപദേശത്തെ കത്രിക വെച്ചാൽ നീ അവിടെ അവസാനിച്ചു. If you cut the teaching of the Lord, you would end up there. അപ്പൊ പ്രമാണത്തിൽ നിന്ന് പോയവൻ ദലീലയുടെ വഴിയിൽ തീർന്നപ്പോൾ And the one who violated the law of the Lord entered up in the bosom of Delilah. പ്രമാണത്തിൽ നിന്നവന് വേണ്ടി എഴുന്നേറ്റ ദൈവത്തെ കാണും. And you would see again now the Lord who stood for the law. അതാ എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലുള്ളത്. That is what you see in Esther chapter 3. ഞാൻ പറഞ്ഞേക്ക് വിടാം. Let me just say രാജ്യം ഭരിക്കുന്ന ശ്രദ്ധിച്ചു കേട്ടോടെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ നിയമം. And there is an ordinance of the king who rules the land. എല്ലാവരും ഹാമാനെ കുമ്പിട്ടോണം. And everyone must bow down before Haman. പക്ഷേ യഹൂദന്റെ കയ്യിലിരിക്കുന്ന പ്രമാണം പറയുന്നു, But Israelite who has the law of the Lord ഞാനല്ലാതെ ഒന്നിന്റെ മുമ്പിൽ കുമ്പിടും. never bow down before anything other than me. ഇവിടെയാണ് പ്രമാണത്തിന്റെ പ്രത്യേകത അറിയാൻ പോകുന്നത്. This is where the specification of the law of the Lord. രാജ്യത്തിന്റെ ഓർഡറാണ് കുമ്പിടണം. And it is the decree of the king that you bow down before Haman.
പക്ഷെ പ്രമാണം കയ്യിലിരിക്കുന്ന പറയുന്നു കുമ്പിടരുത്. But the word of the Lord says, no, don't worship a man. നമ്മളെ കാണാണെങ്കിലോ, If we are in that place, പക്ഷെ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ഇപ്പൊ പുസ്തകം നോക്കി ചെയ്യാനൊന്നും ഒക്കത്തില്ല. how can we follow the scripture when we have the laws of the land? പ്രമാണത്തിൽ നിൽക്കുന്ന ജനം ആരാന്നറിയാമോ? You know who are the people who stand in the law? രാജ്യത്തിന്റെ നിയമത്തെക്കാൾ ഞങ്ങൾക്ക് വലുത് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് തീരുമാനിക്കുന്നവരാണ് വേർപെട്ടവൻ. The one who is separated is the one who honors the word of the Lord more than the law of the land. അവൻ പറഞ്ഞ് തയ്യാറല്ല. He says, would rather don't do it. രാജ്യത്തിന്റെ നിയമം ഇവിടെ ജീവിക്കണമെങ്കിൽ കുമ്പിടണം, അല്ലെ കഴുത്തു പോകും. It is the decree of the king that if you don't bow down, you will lose your head. കഴുത്തു പോയാലും തയ്യാറല്ലെന്ന്. Oh, even though I lose my head, I won't do it. പ്രമാണം അത് അരുതെന്നാ പറയുന്നത്. Because the law doesn't permit. നീ വില കൊടുക്കേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. You will have to pay a price. നിന്റെ കോട്ട് സൂട്ട് ഊരി നീ ചാക്ക് കൊടുക്കേണ്ടി വരും. You will have to be in sackcloth. നീ പട്ടണവാദിക്ക് പോയി തലയിൽ പൂഴിവാരിയിട്ട് പ്രാർത്ഥന പോലെ നിലവിളിക്കേണ്ടി വരും. You may have to weep at the house of the at the gate of the king. ഒന്നുകൂടെ ആലോചിക്കുക. Think about it again. പ്രമാണത്തിന് വേണ്ടി നിന്നാ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. If you stand for the word of the Lord, you may have to face these struggles. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോ. If you are intelligent enough, make some adjustment. അഡ്ജസ്റ്റ്മെന്റിന് അവൻ തയ്യാറല്ലെന്ന്. He is not ready for any adjustment. രാജാവിന്റെ ഓർഡറിനേക്കാൾ ഞങ്ങൾക്ക് വലുത് ദൈവത്തിൽ. Greater is the order of the Lord than the order of the king of the land. തലയിൽ പൂഴിവാരിയിട്ട് ചാക്കൊടുത്ത് ഒരു പൊട്ടനെ പോലെ ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ നിന്ന് നിലവിളിക്കേണ്ടി വന്നിട്ടും പ്രമാണം വിടാത്ത ജനം. Yes, there is a people of God who would rather weep and be in sackcloth than obeying the land of the king. ആ ജനത്തിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് For that people of God in one night, രാത്രിയുടെ ചില നിമിഷങ്ങൾ കൊണ്ട്, fraction of a night, അധികാരിക്ക് ഉറക്കം കൊടുക്കാതെ സ്വസ്ഥത കൊടുക്കാതെ the Lord did not allow the king to sleep. ദൈവജനത്തിന് വിരോധമായി എഴുതി വെച്ചിരുന്ന തീർപ്പ് മാറ്റി എഴുതിച്ച ജീവനുള്ള ദൈവം, The Lord of the living Lord who changed the ordinance of the land. പ്രമാണത്തിന് പോയവൻ ദലീലടപടി തീരട്ടച്ച. Oh, the one who violated the law of the Lord ended up in the bosom of Delilah. നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുക, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന യഹോവയുണ്ട്. If you stand for the word of the Lord himself would stand up for you. ഒറ്റ വാക്കിൽ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me say in a word, രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഓർഡർ സകലരും ബിംബത്തെ നമസ്കരിക്കണം. രാജാവ് ഒന്ന് മാറിയതേ ഉള്ളൂ. അവിടെ അവസരമാണ് ഇവിടെ നെബൂഖദ്നേസർ. the king Nebuchadnezzar ordered that everyone must bow down before the image. എന്നാൽ 3 യൂത്ത്, but 3 young people, രാജാവിന്റെ ഓർഡറിനേക്കാൾ ഞങ്ങൾക്ക് വലുത് ദൈവത്തിന്റെ കൽപ്പനയാണ്. Oh, the commandment of the Lord is rather greater than the law of the land. ഞങ്ങൾ വണങ്ങാൻ തയ്യാറല്ല. We are not obedient to the law of the ഞങ്ങൾ കുമ്പിടാൻ തയ്യാറല്ല. would not bow down before the image. ഈ ചൂട 7 മടങ്ങ് ചൂട. Of course the furnace is heated 7 times up. അതൊന്നും വിഷയമല്ല. It doesn't matter. രാജാവിന്റെ ഓർഡറിനേക്കാൾ വലുത് ഞങ്ങൾക്ക് ദൈവത്തിന്റെ. For us the law of the Lord is greater than the law of the land. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീച്ചൂളക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ചത്. And for such people the Lord himself descended into the fiery furnace. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കണം. Let me close here. പ്രമാണത്തിന് വേണ്ടി നിൽക്കുക. Stand for the law of the Lord. ഇത് വേർപെട്ട ജനം, Separated people. സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ട ഒരു പ്രമാണമുള്ള ജനം. Indeed, different from every group of people. തനിച്ചു പാർക്കുന്ന ജനം, A unique people. പ്രമാണത്തിനായി നിൽക്കുക. Stand for the law of the Lord. ആഹ്ലാദിക്കാൻ സമയമാണ്. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.